ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 24 അധ്യായം അതിൻ്റെ 29, 30 വാക്യങ്ങൾ മൈക്കിൾ കൂടി വായിച്ച് നമ്മളെ സഹായിക്കും. ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പ്രപഞ്ചത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി ഈ രാത്രി നാം ചിന്തിക്കും. മത്തായി സുവിശേഷം 24 അധ്യായം അതിൻ്റെ 29, 30 വാക്യങ്ങൾ വായിച്ച് ഈ രാത്രിയിലെ വചനചിന്തയിലേക്ക് നാം പ്രവേശിക്കും. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും. നമുക്ക് പ്രകാശം തരുന്ന സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. അടുത്തത് ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും. രാത്രിയിൽ നിലാവെളിച്ചം തരുന്ന ചന്ദ്രനിൽ നിന്ന് ഒരു പ്രകാശവും കാണാതെ ഇരിക്കുന്ന ഒരു കാലം. അടുത്തത് നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും. ആകാശത്തിൽ ഇന്ന് നമുക്ക് വെളിച്ചം തരുന്ന ചെറു നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. അടുത്തത് ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. ആകാശത്തിലെ ശക്തികൾ ഇളകുന്ന ഒരു കാഴ്ച കാണാൻ പോകുന്നു. അടുത്തത് അപ്പോൾ മനുഷ്യപുത്രന്റെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ തരുണത്തിൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ മടങ്ങി വരുമ്പോൾ, അപ്പോൾ മനുഷ്യപുത്രൻ അടയാളം ആകാശത്ത് വിളങ്ങും. ആകാശത്ത് അടയാളം വിളങ്ങും. അടുത്ത വാക്ക്, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളെയും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. മതി കുഞ്ഞെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗം. ആ കാലത്തിലെ കഷ്ടം കഴിയുമ്പോൾ സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തതുല്യമാകും, ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകും, മനുഷ്യപുത്രൻ്റെ അടയാളം വാനിൽ വെളിപ്പെടും. അന്ന് മനുഷ്യപുത്രൻ മഹാ തേജസ്സോടെ ശക്തിയോടും കൂടെ ഭൂമിയിലെ സകല ഗോത്രങ്ങളെയും പ്രലാപിച്ചുകൊണ്ട് തേജസ്സിൽ വരുന്നത് ദൈവമക്കൾ കാണും. ഇതിനെ അനുബന്ധിച്ചായിരിക്കും ഈ രാത്രിയിലെ പ്രഭാഷണം. കണ്ണുകൾ ഒരിക്കൽ കൂടി മൂടാം. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? വലിയ വീട് കിട്ടിയിട്ടല്ല, കാറ് കിട്ടിയിട്ടല്ല, കമ്പ്യൂട്ടർ കിട്ടിയിട്ടല്ല. എൻ്റെ കണ്ണിനെ കണ്ണുനീരിന്ന്, കാലിനെ വീഴ്ചയെന്ന്, പ്രാണനെ മണ്ണത്തെന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകൂടി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പത്രങ്ങളിൽ കണ്ടില്ലേ, കൊട്ടാരക്കരയിൽ നല്ലൊരു മെഡിക്കൽ ബിസിനസ് നടത്തുന്ന ഒരു ഭർത്താവും ഭാര്യയും അവരുടെ ആ മെഡിക്കൽ കമ്പനി നടത്തിയാൽ ഒരു ടൂറിന് വേണ്ടി വിയറ്റ്നാമിൽ പോയി 3 ബോട്ടുകളിനകത്താണ് യാത്ര ചെയ്തത്. അതിനകത്ത് 2 ബോട്ടുകൾ കരകയറിയപ്പോൾ ഒരു ബോട്ട് താഴേക്ക് മറിഞ്ഞു. ഇവർ 2 പേരും ഒരാഴ്ചത്തേക്ക് വിയറ്റ്നാമിൽ അവരുടെ കമ്പനി ഒരുക്കിയ ടൂറിന് പോയതാ. അങ്ങോട്ട് പോയത് വളരെ സന്തോഷത്തോടു കൂടെ. തിരിച്ചെന്ത 2 ഡെഡ് ബോഡികൾ ആ തിരുവനന്തപുരം എയർപോർട്ടിൽ മടങ്ങി വന്നത്. കഴിഞ്ഞ ദിവസം അവരുടെ ശവമടക്കം നടന്നു. നിങ്ങൾ അനേക സ്ഥലത്ത് യാത്ര ചെയ്തു, കരയിൽ കൂടി യാത്ര ചെയ്തു, ബൈക്കിൽ കൂടി യാത്ര ചെയ്തു, കടത്തിൽ കൂടി യാത്ര ചെയ്തു. ഒരു നൗക തകരാതിരുന്നത്, നിങ്ങളുടെ വാഹനം ഒരു ആക്സിഡന്റിൽ പെടാതിരുന്നത്, ആദരാഞ്ജലികളുടെ ബോർഡിനകത്ത് സഹോദര സഹോദരി നിങ്ങളുടെ പടം വരാതിരുന്നത്, പത്രങ്ങളിൽ ചരമ വാർത്ത കോളത്തിനകത്ത് നിങ്ങളുടെ പേര് വരാതിരുന്നത്, ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാ. 2025 കണ്ടവർ 26 കണ്ടില്ല, 26 ജനുവരി കണ്ടവർ പ്രിയ കുഞ്ഞുങ്ങളെ ജൂലൈ കണ്ടിട്ടില്ല. അതിന്റെ നടുവിലും 7-ാം മാസം 3-ാമത്തെ ആഴ്ചയിൽ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ആരാധിക്കുവാൻ മഹത്വവാനായ ദൈവം എന്നോട് കരുണ കാണിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഒരു ശവപ്പെട്ടി നിന്റെ വീട്ടിനകത്ത് വരാതിരുന്നത്, കറുത്ത കൊടി ഭവനത്തിന് മുന്നിൽ ഉയരാതിരുന്നത്, ഇന്ന് രാത്രി നിന്നെ നോക്കിയ ഡോക്ടറിന്റെ മഹത്വമല്ല, നീ കഴിച്ച ഗുളികയുള്ള മഹത്വമല്ല, നീ ആരാധിക്കുന്ന യേശുപ്പച്ചന്റെ കരുണ ഒന്ന് മാത്രമാ. ആ കരുണ ലഭിച്ചവർ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുക, ആ കരുണ ലഭിച്ചവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുക. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്ന പ്രിയന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. എവിടെ ആരാധന ഉയർന്നിട്ടുണ്ട് അവിടെ ദൈവകരം വെളിപ്പെട്ടിട്ടുണ്ട്. എവിടെ ദൈവമക്കൾ മുട്ടുമടക്കിയിട്ടുണ്ട് മഹാദൈവം പ്രതിസന്ധികൾ മാറിക്കൊടുത്തിട്ടുണ്ട്. എവിടെ ദൈവമക്കൾ നിലവിളിച്ചപ്പോൾ ഉന്നതന്മാർ യേശുവിനെ കാണുവാനിടയായി. കാരാഗ്രഹത്തിനകത്ത് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി പൗലോസും ശീലാസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം കൊടുക്കുന്ന അടികൾ മുഴുവൻ കൊടുത്തു. അവരുടെ കാലുകൾ ചങ്ങലക്കകത്ത് ബന്ധിച്ചു. നമ്മുടെ ഈ മിനി കൺവെൻഷൻ കാണുന്ന ലൈറ്റും വെട്ടവും ഒന്നുമില്ല, എന്നാൽ അവരുടെ നാവ് മാത്രം സ്വതന്ത്രമായിരുന്നു. നാവ് തുറന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗ്രഹ പ്രമാണി കെട്ടിയ കാലുകളെ കെട്ടിയ ചങ്ങലകൾ പൊട്ടിയെങ്കിൽ നീ പുറത്തു വരത്തില്ലെന്ന് ദുഷ്ട പിശാച് പറയും, നീ മുന്നോട്ട് പോകത്തില്ലെന്ന് അന്ധകാര ശക്തികൾ പറയും. എന്നാൽ ഇന്ന്
ഇന്ന് രാത്രി നാവ് തുറന്ന് ആരാധിച്ച നിന്റെ കാലുകളെ കെട്ടിയ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി പൗലോസും ശീലാസിനും വേണ്ടി കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന കരം നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി രണ്ടാമത് വീണ്ടും അവർ ആരാധിച്ചു തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ മതിലുകൾ ഇടിയുവാനിടയായി തീർന്നു. നാളുകളായി പള്ളിച്ചലിനകത്ത് ഈ ദേശത്തിനകത്ത് ഹല്ലേലൂയ അന്ധകാര ശക്തികൾ ബന്ധിച്ച ചില കുടുംബങ്ങൾ ഈ കൺവെൻഷൻ കൂട്ടങ്ങൾ മതിലുകൾ തകർത്തുകൊണ്ട് യേശുവിനെ ആരാധിപ്പാൻ ചില കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരുന്ന ദിനങ്ങളായി മാറട്ടെ. ചോദിച്ചു, കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ആ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് കാരാഗ്രഹ പ്രമാണിയോട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മുടെ സഭാദിനത്തിലെ കൺവെൻഷനിലെ നാട്ടുകാരോടും വീട്ടുകാരോടും ഞങ്ങൾക്ക് ഈ രാത്രിയും പറയുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കണ്ണുകൾ മൂടാൻ കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ്, ഞങ്ങളുടെ സഭാദിനത്തിൽ അങ്ങാഗതനായിരിക്കുന്നതിനാൽ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഇന്ന് രാത്രി വേദനയോട് വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോട് വന്ന മക്കളുടെ ദുഃഖങ്ങൾ മാറുവാൻ, പ്രയാസത്തോട് വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുവാൻ അടിപ്പിണറിന്റെ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക, അവനൊരു മിന്നൽ പിണറിനെ അയക്കുന്നത് പോലെ ഈ ദേശത്തിനകത്ത് ഒരു അന്ത്യകാലത്തിന്റെ ഉണർവ് വെളിപ്പെടുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ കാണുവാൻ, ആത്മഹത്യക്ക് വേണ്ടി കൊതിക്കുന്നവർ ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് യേശുവിന് വേണ്ടി കരമുയർത്തുവാൻ അങ്ങയുടെ തിരുക്കരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ശബ്ദം, വെളിച്ചം, പ്രകൃതി എല്ലാം കാക്കുക. ഈ കടന്നു വന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. അവരെ ആവശ്യഭാരങ്ങളോട് കൂടെ ഇരുന്ന് സഹായിക്കും. പ്രാർത്ഥിച്ച് യോഗ പരമ്പരകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ കൊള്ള കണ്ടു കിട്ടിയതുപോലെ മടങ്ങിപ്പോകുവാനുള്ള വിശേഷ കൃപ ഈ മക്കൾക്ക് കൊടുക്കുക. ശബ്ദം, വെളിച്ചം, പ്രിയപ്പെട്ടവരെല്ലാം കാക്കും. കർത്തൃദാസനെ കാക്കും. പാടുന്ന കുഞ്ഞുങ്ങളെ കാക്കും. പിതാവേ, ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകൾ തിരിക്കണം. ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ ബിരുദങ്ങളോ സംഘടനകളുടെ പേരോ ഒന്നും ഈ ദിനങ്ങളിൽ ഉയരുത്. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം ഊറ്റി തന്ന യേശുപ്പച്ചന്റെ നാമം ഈ സഭാദിനത്തിൽ ഉയരണം. ആദ്യോടന്ത തിരുശാന്തിൽ മറയ്ക്ക് കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിട്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാ നല്ല അവസരങ്ങൾക്കായി നന്ദി. നമുക്ക് സമാധാനത്തോടെ ബൈബിളിലേക്ക് കടക്കാം. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ. പിന്നത്തതിൽ നിങ്ങൾക്ക് ഓൺലൈനിലും ഇത് കാണാൻ പറ്റുമല്ലോ. കയ്യിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിൾ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൽ 5 ശ്രേണികൾ: 1 സുവിശേഷം, 2 സഭയുടെ ചരിത്രം, 3 വലിയ ലേഖനം, 4 ചെറിയ ലേഖനം, 5 മറനീക്കി പുറത്തു വരുന്ന വെളിപ്പാട് പുസ്തകം. ഇന്ന് രാത്രി നാം തൊട്ടുവെച്ചത് സുവിശേഷങ്ങളുടെ ഒരു ഭാഗമാണ്. പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങൾ: മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും. യേശുക്രിസ്തുവിൻ്റെ മശിഹാത്വത്തെ പറ്റി മത്തായി വെളിപ്പെടുത്തുന്നു. മർക്കോസ് യേശുക്രിസ്തുവിൻ്റെ ദാസത്വത്തെ വെളിപ്പെടുന്നു. ലൂക്കോസ് അതിൻ്റെ മനുഷ്യത്വത്തെ പറ്റി വെളിപ്പെടുത്തുന്നു. 4-മത്തത് യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വരച്ചു കാട്ടുന്നു. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. AD 37 മത്തായി എന്ന എഴുത്തുകാരിൽ കൂടി എഴുതിയതാ മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ മത്തായി സുവിശേഷത്തിൽ. 5 പട്ടണങ്ങളെ ദൈവം ഇതിൽ വരച്ചു കാട്ടുന്നു. അതിലൊന്ന് ബേത്ലഹേം, 2 ശമര്യ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. 5 കഥാപാത്രങ്ങളെ സ്വർഗം ഇതിനകത്ത് തൊട്ടുവെക്കുന്നു. 1 വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, 2 അമ്മ മറിയമ്മച്ചി, 3 സ്നാപക യോഹന്നാൻ, 4 ഹേരോദാവ്, 5 പീലാത്തോസ്. പഴയ നിയമത്തിന്റെ അവസാന ഭാഗങ്ങൾ 38, 39 സക്കറിയാവും മലാക്കിയും കഴിയുമ്പോൾ 400 വർഷം ഇരുണ്ട കാലഘട്ടത്തിന്റെ പ്രതീതിയായി. 400 വർഷം കഴിയുമ്പോൾ വീണ്ടും മത്തായി AD 37 മശിഹായുടെ ക്രൂശീകരണത്തിന് ശേഷം 7 വർഷം കഴിഞ്ഞ് എഴുതുക മത്തായി സുവിശേഷം. അധ്യായം 1 യേശുക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14. 42 വംശങ്ങളുടെ വംശാവലി അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. അധ്യായം 2 വരുമ്പോൾ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെടണം. അപ്പോൾ ആ ജനന
ജനനത്തെ പറ്റി വരച്ചു കാട്ടുന്നു. ബേത്ലഹേമിൽ മശിഹ ഭൂജാതനാകുന്നു. എന്തിനു വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു? നാട്ടുകാർ ചിന്തിക്കുന്നത് പോലെ വീട് തരാനോ കാർ തരാനോ ഒന്നുമല്ല യേശു വന്നത്. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നകന്നു പോകുമ്പോൾ അവൻ നിത്യതയ്ക്ക് അവകാശിയാക്കുവാൻ, പാതാളത്തിൽ പോയി നരകയാതന അനുഭവിക്കാതിരിപ്പാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. അങ്ങനെയെങ്കിൽ എവിടെ ആരംഭിക്കുന്നു പാപം? നാളെ നമുക്ക് വ്യക്തമായി ചിന്തിക്കാം. 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് ആദം ഹവ്വ ദമ്പതികളെ സംയോജിപ്പിച്ചുകൊണ്ട് അവരെ ഏദന്റെ പൂങ്കാവനത്തിനകത്ത് കൊണ്ടുവന്ന് വിശുദ്ധ വിഭാഗത്തെ നടത്തി അടക്കി പാടുക, പെറ്റുപരിക, സന്താനപുഷ്ടിയുള്ളവരാകുക, നിത്യം ദൈവത്തെ ആരാധിക്കുക, ഒരു ദിവസം 1000 സംവത്സരം. തോട്ടത്തിൻ്റെ നടുവിൽ നന്മയുടെയും തിന്മയുടെയും അഥവാ ആ ഒരു വൃക്ഷത്തിൻ്റെ ഫലമുണ്ടായിരുന്നു. അത് ഭക്ഷിക്കുന്ന നാളിൽ തേജസ് നഷ്ടപ്പെടുത്തി രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി നിങ്ങൾ പുറത്തു പോകുമെന്ന് സ്വർഗം പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ പാപം അവിടെ ആരംഭിക്കുന്നു. എന്താ സംഭവിച്ചത്? സർപ്പം പലപ്പോഴും ആദമിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് കഴിച്ചാൽ നല്ല പണം കിട്ടും, വീട് കിട്ടും, കാറ് കിട്ടും, മക്കൾ വിസ കിട്ടും. ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ ദൈവശക്തിയും കരവും ഇറങ്ങി പ്രവർത്തിച്ച് ആദം ഇത് മനസ്സിലായി. ആദം അതിൽ വീണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആദം നെയ്യാറ്റിൻകര ചന്തയിൽ പോയപ്പോൾ നമ്മുടെ ഹവ്വ സിസ്റ്ററുടെ മൊബൈൽ നമ്പർ വാട്സപ്പ് ആർക്ക് കിട്ടി? നമ്മുടെ സർപ്പത്തിന് കിട്ടി. സർപ്പം പറഞ്ഞു, ചേച്ചി അത് കിട്ടും, ഇത് കിട്ടും, കാര്യം കിട്ടും, പ്രൈസലോടായി, ഹല്ലേലൂയായി. ചേച്ചി ഒരു പകുതി സമ്മതമായപ്പോൾ സർപ്പം പറഞ്ഞു, മുഴുവൻ കഴിക്കരുത്, ഗോദ്രേജ് ഫ്രിഡ്ജിനകത്ത് ബാക്കി വെച്ചിരിക്കണം, നെയ്യാറ്റിൻകര ചന്തയിൽ പോയിട്ട് ഒന്ന് അച്ചായനും കൊടുക്കണം. മനസ്സിലാകുന്നവർക്കായി അതാ ബൈബിൾ പറഞ്ഞത്. സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. അമ്മാമ്മ കഴിച്ചു, അച്ചായനും കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. ആദ്യത്തെ വഴക്ക് അവിടെ ഉണ്ടായത്. സ്വർഗം ആദമിനോട് ചോദിച്ചു, നീ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. ആദം അവിടെ വെച്ച സഹോദരിയായിട്ട് കലാപം ഉണ്ടായത്, അല്ലാതെ വെടിവച്ചാങ്കോവിലും ബാലരാമപുരത്തും അല്ല വീട്ടിലെ കലാപം ഉണ്ടായത്. ആദ്യം അവിടെ വെച്ച് അമ്മാമ്മയെ കുറ്റം പറഞ്ഞു. ആദം എന്താ പറഞ്ഞ? നീ തന്ന ഈ നാരി എനിക്ക് തന്നു, ഞാനും തിന്നു. മനസ്സിലാകുന്നവർക്ക് അവിടെ തുടങ്ങി വഴക്ക്. അങ്ങനെയെങ്കിൽ തേജസ് നഷ്ടപ്പെടുത്തിയവർ പുറത്തുപോയി. പാപം അവിടെ ആരംഭിക്കുന്നു. 2, ഒരു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് അല്ലെങ്കിൽ ഒരാട്ടിൻകുട്ടി അവിടെ പരമയാഗമാകുന്നു. ഇവിടം തൊട്ട് കുഞ്ഞാടിൻ്റെ പരമയാഗത്തിൻ്റെ തുടക്ക്. ഇന്നേക്ക് എത്രയോ കൊല്ലം, ഏതാണ്ട് 4000 ചിലവാനം കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 5000 കൊല്ലങ്ങൾക്ക് പിറകിൽ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. ഉൽപ്പത്തി 12, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാം ഇറങ്ങിത്തിരിച്ചു. എന്താ സംഭവിച്ചത്? അവർ കടന്നു വന്ന 1498 കിലോമീറ്റർ ഇസ്രായേലിൽ വാർദ്ധക്യകാലത്ത് ഒരു സന്തതി ഉണ്ടായ. കുഞ്ഞിൻ്റെ പേരായി ഇസഹാക്ക്. കുഞ്ഞു വീട്ടിനകത്ത് വളർന്നു, പക്വതയോടെ മുന്നോട്ട് പോയി. ആ സമയത്ത് ഒരു സുപ്രഭാതത്തിൽ സ്വർഗത്തിൻ്റെ ശബ്ദം വീണ്ടും ഇറങ്ങി, അബ്രാമേ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുപോയി ഹോമയാഗത്തിന് വേണ്ടി സമർപ്പിക്കണം. അബ്രഹാമിൻ്റെ ഉള്ളിലൊരു വേദന. തൻ്റെ 99, ഏകദേശം 100 വയസ്സിൽ, സാറായ്ക്ക് 89, 90 വയസ്സിൽ ലഭിച്ചൊരു കുഞ്ഞ്, ഇനി മക്കളുണ്ടാകുമെന്ന് അറിയത്തില്ല. സ്വർഗത്തിൻ്റെ കൽപ്പനയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാവിലെ, ചേട്ടാ ചേച്ചി ഇത് കേൾക്കണം, വിറകും കെട്ടുമെല്ലാം കുഞ്ഞിൻ്റെ തലയിൽ കൊടുത്തു. അബ്രഹാം പറഞ്ഞു, യാഗത്തിന് പോകാം. എന്നും ആടിൻ്റെ കയറുന്ന ഇസഹാക്ക് ചോദിച്ചൊരു കാര്യമുണ്ട്, അപ്പാ വിറകുണ്ട് കത്തി കൊണ്ട് യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? സിസ്റ്റർ, അബ്രഹാം കരമുയർത്തി പറഞ്ഞ്, യഹോവ കരുതിക്കൊള്ളും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അബ്രഹാമിൻ്റെ അകത്തൊരു അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. എന്താ മക്കളെ അചഞ്ചലമായ വിശ്വാസം? തൻ്റെ പ്രിയ മകനെ കൊണ്ടുപോയി ഹോമയാഗത്തിനകത്ത് കണ്ണം നുറുക്കി അവനെ കത്തിച്ച് ചാമ്പലാക്കി വലിച്ചെറിഞ്ഞാലും അതിൻ്റെ നടുവിൽ നിന്ന് 1000കണക്കിന് ഇസഹാക്കുമാരെ ഉരുവാക്കാൻ കരുത്തുറ്റവനാ സ്വർഗത്തിലെ ദൈവം, എൽ ഷദ്ദായിയായ ദൈവം, സകലത്തിന് മതിയായവനായ ദൈവം. ഇന്ന് രാത്രി വചനം കേൾക്കണം. 3 ദിവസത്തെ വഴിദൂരമായി യാത്രയായി. വിറകും കെട്ടും കുഞ്ഞിൻ്റെ തലയിലുണ്ട്. അവസാനം എവിടെ? ഹോമയാഗത്തിന് വേണ്ടി മോറിയാദേശത്തുള്ള മലയിലെത്തിക്കഴിഞ്ഞു. അപ്പൻ കുഞ്ഞിനെ പിടിച്ചു, കൈകാലുകൾ ബന്ധിച്ചു, വെട്ടിയ പാറയ്ക്കകത്ത് കെട്ടി നല്ലതുപോലെ. എന്താ ഇസഹാക്കിനെ നല്ലതുപോലെ മുറുക്കിക്കെട്ടാൻ? തൻ്റെ രക്തമാ, തൻ്റെ ജീന. ഒരുപക്ഷെ കത്തി ഉയർത്തി കുഞ്ഞിനെ യാഗത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ വാളൊന്ന് മാറിച്ചലിച്ചാൽ യാഗത്തിന് വിഘ്നം വന്നാൽ സ്വർഗത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് നല്ലതുപോലെ മുറുക്കിക്കെട്ടാൻ തൻ്റെ രക്തമാ, തൻ്റെ ജീന. ഒരുപക്ഷെ കത്തി ഉയർത്തി കുഞ്ഞിനെ യാഗത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ വാളൊന്ന് മാറിച്ചലിച്ചാൽ യാഗത്തിന് വിഘ്നം വന്നാൽ സ്വർഗത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് നല്ലതുപോലെ കെട്ടിമുറുകെ. അവസാനം അബ്രഹാമിൻ്റെ കയ്യിൽ ഈ കുഞ്ഞിനെ കീറുവാൻ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയുടെ കത്തി അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തി. ലാസ്റ്റ് മോമെന്റിൽ ആ കത്തി ഉയർന്നപ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദം കേൾക്കുവാനിടയാറ്. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾ സഭാദിനത്തിൻ്റെ പ്രഥമ രാത്രി പറയണം, ലാസ്റ്റ് മോമെന്റിലും നിന്റെ വിഷയത്തിന് മറുപടി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? സിസ്റ്റർ, ഇന്ന് രാത്രി നീ
പതറരുത്, ഇന്ന് രാത്രി തളരരുത്. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ലാസ്റ്റ് വിഷയത്തിനകത്ത്, നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുവാൻ ആകാശത്തിന്റെ വിധാനങ്ങളെ കീറി മുറിച്ചുകൊണ്ട് യിസ്ഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ദൈവത്തിന്റെ ശബ്ദം ഇറങ്ങിയതുപോലെ 2026 കൺവെൻഷൻ കൂട്ടത്തിനകത്ത് നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് വേണ്ടി സ്വർഗം തുറന്ന് ശബ്ദം അയച്ച് നിന്നെ വിടുവിക്കുക. ഇന്ന് രാത്രി ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരം മറുവഴിയായി ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ അയച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഒരു വഴി നിനക്കെതിരെ പ്രതികൂലം വരും, നിന്റെ കുടുംബത്തിന് പ്രതികൂലം വരും. ഈശാന് മൂലൻ പാഞ്ഞടുക്ക്, ഒരുപക്ഷെ നിന്റെ കുടുംബം തകർന്നു പോകുമെന്ന് മന്ത്രവാദിയും ദുഷ്ടപിശാചി പറയും. എന്നാൽ സിസ്റ്റർ, ചേച്ചി, ഇന്ന് രാത്രി കരം ഉയർത്തി പറ, മറുവഴിയായി എനിക്കൊരു വിടുതൽ വരുന്നുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? കമോൺ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിളിച്ചു പറയണം, എന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, ഞാൻ കണ്ട വഴിയല്ല ദൈവത്തിന്റെ വഴി. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിന്റെ വഴി തുറക്കുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയൂ. ഇന്ന് രാത്രി പ്രതിസന്ധിയോടെ ആയിരിക്കുന്ന ഇവിടെ ഇരിക്കുന്നത് അടകാരകത ബൗഡ, വളരെ പ്രതിസന്ധിയോടെ ആയിരിക്കും നീ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി നീ കരമുയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ മറുവഴിയായി നിന്റെ ഭവനത്തിനകത്ത് ഒരു അത്ഭുത വിടുതൽ തരുക. യിസ്ഹാക്കിന്റെ കണ്ണുനീരിനകത്ത് ദൈവത്തിന്റെ കരമിറങ്ങിയെങ്കിൽ ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്, അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, കൂപ്ലിയാർ ബെൽറ്റിനകത്ത് നക്ഷത്രങ്ങളെ വെച്ച ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി സഭാദിനത്തിൽ പറയണം, അവൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാര് പോലെ താഴെ വീഴില്ല. കമാൻ, ഇന്ന് രാത്രി ഒരു വഴിയായി ക്യാൻസർ 4ാമത്തെ സ്റ്റേജ് ആയിരിക്കും. RCCയുടെ വാതിലുകൾ നിന്റെ മുൻപിൽ അടഞ്ഞു കാണും. പാലിയേറ്റീവിലെ സിസ്റ്ററും ഡോക്ടർമാർ രഹസ്യമായിട്ട് കുഞ്ഞുങ്ങളോട് പറയും, മമ്മിക്ക് ഇനി മലമുകൾ സെമിത്തേരി ശവപ്പെട്ടി ഒരുക്കിക്കൊണ്ടാൽ മതി. കമോ, എന്നാൽ ഇന്ന് രാത്രി പറയണം, RCCയുടെ ഡോക്ടർ വാക്കല്ല വലുത്, നേഴ്സിന്റെ വാക്കല്ല വലുത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഈ വചനവുമായി ഞാൻ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങിയപ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിച്ചപ്പോൾ, എൻ്റെ ദൈവം എന്നോട് ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മറുപടി എൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കമോൺ, യേശുവിന്റെ നാമത്തിൽ ഓൺലൈൻ മീഡിയ നാട്ടുകാരെ, വീട്ടുകാരെ, ക്യാൻസർ അല്ല വലുത്. ഇന്ന് രാത്രി എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം ആഞ്ഞടിച്ചു, PRS തള്ളി, നിംസിലെ മധു ശ്രീധർ കാത്തലാബിന്റെ മുൻപിൽ മക്കളോട് പറഞ്ഞു, പപ്പായ്ക്ക് ഇനി അധിക ദിവസം ഒന്നുമില്ല, അടുത്ത അറ്റാക്കോട് കൂടി ഒരു ശവപ്പെട്ടി മേടിച്ചോണ്ടാ മതി. ഇന്ന് രാത്രി നിംസിലെ ഡോക്ടർ വാക്കല്ല വലുത്. ഇന്ന് രാത്രി നിന്റെ മെഡിക്കൽ റിപ്പോർട്ടല്ല വലുത്, നിന്റെ ഹാർട്ടിന്റെ ആർട്ടിക്കിളും വെൻട്രിക്കിളും അല്ല വലുത്. അച്ഛാ, ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, ഡോക്ടറുടെ വാക്കല്ല വലുത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. എന്റെ പ്രാർത്ഥനയുടെ മറുപടി ഇറങ്ങി വരുന്നത് വരെ ഒരു ഹാർട്ടിനെ തകർക്കാൻ കഴിയത്തില്ല, ഒരു ക്യാൻസറിന് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുവാൻ കഴിയോ, പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോക, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോക, എന്നാൽ നിന്റെ വീട്ടിനകത്ത് നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ദയ, the kindness of the mercy of the God is never gone. ഇന്ന് രാത്രി വിളിച്ച ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അതുകൊണ്ട് കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഒരു വഴിയായി പ്രതികൂലം ആഞ്ഞടിക്കുമ്പോൾ, ഒരു വഴിയായി പ്രതിസന്ധി ആഞ്ഞടിക്കുമ്പോൾ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണ, പരാജയത്തിന്റെ വാക്കല്ല, മറുവഴിയായി ഒരു വിടുതലും എന്റെ ദൈവം അയക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി ഒരു വഴി നീ നടന്ന് കയറുമ്പോൾ, യിസ്ഹാക്കിന് വേണ്ടി മറുവഴിയായി ഒരു ആട്ടിൻകുട്ടി കടന്നു വന്നതുപോലെ 2026 കൺവെൻഷനകത്ത് നിന്റെ പ്രതിസന്ധിയുടെ വിഷയത്തിനകത്ത് ഒരു മറുവഴിയായി തരുവാൻ ഈ രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസ്തൻ. ലോർഡ് ജീസസ് പ്രഷ്യസ് മോമൻ, ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം. ഒന്ന്, ഒരു പൈതലിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി. ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറ്, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്ത് കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ചു. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് വചനം കൂടെ. 3, ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി 1,50,000 പരം ആടുകളെ അറുത്തു. ആടിന്റെ രക്തം ദൈവാലയത്തിൽ വീണു. തേജസ്സോടെ അവിടെ നിന്ന് പ്രസ്തുതിച്ചു, അവൻ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ള ദൈവസാ
സാന്നിധ്യം ഇറങ്ങി. മാതാവേ, പിതാവേ, സഹോദര സഹോദരി, ഒരു കുഞ്ഞിന് വേണ്ടി ഒരാട്, ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി അനവധി ആടുകളെ പെസഹായിൽ അറുത്തു. അതിനുശേഷം ആലയത്തിൻ്റെ സംശുദ്ധിക്ക് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി 10,000-കണക്കിന് ആടുകളെ, ലക്ഷക്കണക്കിന് ആടുകളെ അറുത്തു, രക്തമൊഴുകി. ഈ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നങ്ങോട്ട് പോകാൻ തുടങ്ങി. പക വന്നു, പിണക്കം വന്നു, കോപം വന്നു, ദുദ്ധപക്ഷം വന്നു, കൊലപാതകം വന്നു, കത്തിക്കുത്ത് വന്നു, കുറ്റം വന്നു, ടൈഫോയിഡ് വന്നു. വഴിയെ പോകുന്ന ആട്ടിനെയും അതുപോലെ തന്നെ ഊനമൃഗങ്ങളെയും കുറുപ്രാവിനെയും പിടിച്ച് പടപെട ബാലരാമപുരത്ത് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ നിലവിളിയെല്ലാം സ്വർഗം കണ്ടു. സ്വർഗം പറഞ്ഞു, അയ്യോ അയ്യോ, എന്നും ഈ ഊനമൃഗത്തിൻ്റെ രക്തം വേണ്ട. സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. ബാലരാമപുരത്ത് നമ്മുടെ BJP-യുടെ സഹോദരങ്ങൾ ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ബലിദാനികൾ സിന്ദാബ, ബലിദാനികൾ സിന്ദാബ. തൊട്ടടുത്ത കാട്ടാക്കടയിൽ ചെല്ലുമ്പോൾ CPM-കാർ ആദ്യ നേതാക്കളുടെ പേരല്ല പറയുന്നത്, രക്തസാക്ഷി സിന്ദാബ, രക്തം ചിന്തിയവൻ മരിച്ചിട്ടില്ല. മനസ്സിലാകുന്നവർക്കായി അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിന്റെ സന്നിധിയിൽ ഒരുവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. അതാ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി, അതുകൊണ്ടാ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. എവിടാ? അവൻ ബേത്ലഹേമിൽ പൂജാതനാകുന്നു. ശുദ്ധയുടെ മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ അവൻ സ്നാനമേൽക്കുന്ന 33-ാം തിരുവയസ്സിൽ പരമയാഗം. അതുകൊണ്ട് യോഹന്നാൻ പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് നമ്മുടെ സമാധാനത്തിൽ ഇന്ന് രാത്രി ചേർന്ന്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, ഞാൻ തന്നെ പുനരുത്ഥാനം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. അതിനു വേണ്ടിയ കൺവെൻഷൻ നടത്തുന്നത്. പലരും വിചാരിക്കും യേശുക്രിസ്തു വന്ന കുറേ അനുഗ്രഹത്തിനാണോ. അപ്പച്ചാ, അമ്മച്ചി, സഹോദര സഹോദരി, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശരീരത്തിന് 3 ഘടകമുണ്ട്: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിനും ദേഹിക്ക് മരണം, ആത്മാവിന് മരണമില്ല. നമ്മുടെ ഇവിടെ പരിസരത്ത് അനവധി ക്ഷേത്രങ്ങളും വളരെ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ സ്നേഹിതരുള്ളതാണ്. ഹൈന്ദവരുടെ പുണ്യവേദങ്ങൾ ശ്രദ്ധയോടെ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവ്, ഇതിനകത്തെല്ലാം മനുഷ്യൻ്റെ ആത്മാവിന് പ്രതിക്രിയ ലഭിച്ചില്ലെങ്കിൽ ദണ്ഡനം അനുഭവിക്കുമെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് മഹാഭാരതത്തിനകത്ത് മഹാവിഷ്ണു ഈ ഉലകം അവസാനിക്കുമെന്ന്, നമ്മൾ പെന്തിക്കോസുകാരും ക്രിസ്ത്യാനിയല്ല പറയുന്നത് ഉലകം അവസാനിക്കുമെന്ന് മഹാഭാരതത്തിലും ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ, നമ്മൾ വായിക്കാത്തതുണ്ടോ? സ്വോത്രം. ഒരാല് നമ്മുടെ വെടിവെച്ചങ്കൂലൊക്കെ നിൽക്കുന്ന പോലെ ഒരാലിനെ ഉപമിച്ചിരിക്കുന്നത്. വലിയൊരാൾ ഒരു മരം താഴെ വീഴുന്നത് പോലെ ഉലകം വീഴും. എന്നിട്ട് അതിനകത്ത് മഹാവിഷ്ണു പറഞ്ഞിരിക്കുന്നത്, ആലില്ല താഴെ കടന്ന് പറയ്ക്കുന്ന പോലെ ഗുണപ്പെടാത്തവൻ്റെ ആത്മാവ് പാതാളത്തിൽ കടന്ന് പറയ്ക്കുമെന്ന്. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടല്ലേ ഹൈന്ദവ സഹോദരങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്, കർക്കടവാവുബലി, പാപനാശം, വർക്കല, ഇവിടെല്ലാം ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി. അത് ഹൈന്ദവ സഹോദരങ്ങൾ. അടുത്തത് ഇസ്ലാമിൻ്റെ ഖുർആൻ ഇച്ചിരൂടെ കടുപ്പിച്ചിട്ടുണ്ട്. ഖുർആനകത്ത് മസ്നാദ് 700, അതിനകത്ത് ഇങ്ങനൊരു വാക്കുണ്ട്, ആത്മാവിന് നിത്യശാന്തി കിട്ടിയില്ലെങ്കിൽ താഴെ കൊത്തിവലിക്കുന്ന പാമ്പുകൾ ഉണ്ടെന്ന്. സന്തോഷമില്ലല്ലോ. പിന്നെ ബൈബിളിനകത്ത് മനുഷ്യൻ്റെ ആത്മാവിനെ പറ്റി നമ്മളാരും ആത്മാവിനെ പറ്റി പറയുന്നില്ല, നമുക്ക് ധനത്തെ പറ്റിയാണ് പറയുന്നത്. സഖാവിയസ്, നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ സഖാവിയസ് ഒരു 2 വാക്യം എടുത്ത് കേരള നിയമസഭയിൽ പറഞ്ഞു. 1 മത്തായി 16:26. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം, ചേച്ചി വായിക്കണ്ട. 49 ഇങ്ങനെയല്ലേ പറഞ്ഞ, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, വീണ്ടും മർക്കോസ് 9:48-49, കീഴാത്ത തീച്ചേകാത്ത പുഴു. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. ഒരു ഉപദേശിയും പ്രാവച്ചമ്പലത്തും നേമത്ത് ഊരൂട്ടമ്പലത്തും പറയാത്തുണ്ട്. സഖാവ് പറഞ്ഞില്ല, സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയ കീഴാത്ത തീച്ചാകാത്ത പുഴു. 2 വാക്യം മത്തായി 16:26, മർക്കോസ് 9:48-49. അങ്ങനെയെങ്കിൽ മനുഷ്യൻ്റെ മരണം 2 കാര്യം ലോകത്തിൽ ആർക്കും പറയാൻ പറ്റത്തില്ല. 1 കർത്താവിൻ്റെ വരവ്, 2 മനുഷ്യൻ്റെ മരണം. പണ്ട് നമ്മുടെ പൊന്നപ്പഞ്ചേട്ടൻ അവിടെ പറഞ്ഞില്ലേ പള്ളിച്ചല്, ഞാൻ 90 വയസ്സ് കഴിഞ്ഞിട്ടേ തീരുമെന്ന്. സന്തോഷമില്ലല്ലോ. മക്കളെ കാണും, കൊച്ചുമക്കളെ കാണും, കഴിയുമെങ്കിൽ ലണ്ടനിൽ പോകും, അമേരിക്ക പോകും. അങ്ങനെ ഇരുന്നപ്പോഴല്ലേ ചേച്ചി 1 ഗ്രാം വൈറസ് ഇറങ്ങിയത്. സന്തോഷമില്ലല്ലോ. സ്ഫടികത്തിൽ മോഹൻലാൽ പറക്കുന്ന പോലായിരുന്നു ബാലരാമപുരം, നെയ്യാറ്റിങ്കര, പ്രാവച്ചമ്പലം, ബോൾലാറ്റിനകത്ത് സ്റ്റഡിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. 1 ഗ്രാം വൈറസ് അല്ലയോ പൊന്നപ്പഞ്ചേട്ടനെ ഒതുക്കിയത്. എവിടാ കൊണ്ടുപോയത്? യേശുദാസ് പാടി 6 അടി മണ്ണിൽ ആഞ്ഞു പതിക്കുന്ന പറഞ്ഞ സുന്ദര രൂപം. കോവിഡ് വന്നപ്പോൾ മലമുകളിൽ 15 അടിയിലോട്ടാണ് തട്ടിയത്. JCB മണ്ണ് വിട്ട്. മനസ്സിലാക്കുന്നവർക്കായി ബൈബിൾ ക്രിയറിൽ ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശാസ്ത്രമത്രേ. മനസ്സിലാകുന്നവർക്കായി വയലിലെ പൂവാടുന്നു, പുല്ലുണങ്ങിപ്പോകുന്നു. ബൈബിൾ എത്ര ക്ലിയറായി. എൻ പ്രയാണ കാലം 4 വിരൽ നീളമായതിൻ പ്രതാപം, കച്ചത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം, യൗവനത്തിൽ മരണം. പാറശാല ഇഞ്ചിമുള മുതൽ അത് കഴിഞ്ഞ് കാസർഗോഡ് തലപ്പാടി വരെ 1 ഗ്രാം വൈറസ് 83,000 പേരെ തീർത്ത് കളഞ്ഞ്. ശരീരത്തിന് മരണം, ആത്മാവിന് മരണമില്ല.
ആത്മാവിനെ അപ്പച്ചൻ്റെ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാനിരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു. അവൻ 30-ാമത്തെ വയസ്സിൽ ഏറ്റവും നിർണായകമായി സ്നാനമേറ്റ് കഴിയുന്നു. അതിനുശേഷമാ അവൻ്റെ പ്രഭാഷങ്ങൾ. അപ്പോൾ കാൽവറിയിലെ ക്രൂശീകരണത്തിൻ്റെ സമയമായി. എല്ലാവരും ശ്രദ്ധിക്കണം. മത്തായി 21 ബൈബിൾ കൂടെ എല്ലാം ചേച്ചി വായിക്കണ്ട, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. വെളിപ്പാടിലേക്ക് പോവാം. മത്തായി 21 ഒലിവുമലയുടെ താഴ്വാരം എത്തിയപ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചൊരു കാര്യമുണ്ട്. മക്കളെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കഴുതയും കൂട്ടി അഴിച്ചുകൊണ്ടുവരണം. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞ് ഞങ്ങൾ പൊക്കോളാന്ന്. ഇവിടെയാണ് നമ്മുടെ യോഗക്കൂട്ടങ്ങളുടെ പ്രാധാന്യത. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടക്കുക. 5 കാര്യങ്ങൾ സഹോദരങ്ങൾ കേൾക്കണം, ചേട്ടന്മാരും കേൾക്കണം. 1, ഭർത്താവ് മരിച്ചതായിരിക്കാം. 2, ഡൈവോഴ്സ് ആയിരിക്കാം. 3, കഴുത്തിനകത്ത് വലിയൊരു കയർ ബന്ധിച്ചിരിക്കുക. 4, ആശകൾ അറ്റുപോയി. 5, സൂയിസൈഡ്, മരണത്തിന് വേണ്ടി കാത്തിരിക്കുക. ലാസ്റ്റ് മൊമെന്റിൽ ദൈവത്തിൻ്റെ ദാസന്മാർ വരുവാനിടയായി. ഇന്ന് രാത്രി, പ്രഥമ രാത്രി, 5 പ്രതികൂലങ്ങൾ നീ ദൈവസന്നിധിയിൽ നേരിടുന്നുവെങ്കിൽ ഭാരപ്പെടേണ്ട. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്മയോടെ ഇരുന്നാൽ തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്ത്. അതാ ഓശാന പെരുന്നാൾ. സെക്കറിയ 9:9 സീയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക. യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക. ഇസ്രായേലിന്റെ രാജാവ്, സീയോന്റെ രാജാവ് കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുമെന്ന്. 5 പ്രതികൂലങ്ങൾ നടക്കുമ്പോൾ ദൈവദാസന്മാർ വന്നു. 5 മറുപടിയും കേൾക്കണം. 1, കഴുതയുടെ കെട്ടഴിച്ചു. 2, രക്ഷയുടെ വസ്ത്രം വിതറി. നാട്ടുകാരും വീട്ടുകാരും മൊത്തം പോസ്റ്റിട്ടവും പുറത്തു വരത്തില്ലെന്ന്. 3, കഴുത പുറത്തു വന്നു. 4, ഈ കഴുതയുടെ അകത്ത് നാഥൻ യാത്ര ചെയ്തു. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓശാന, ഓശാന. ഇന്ന് രാത്രി ലോകം പറയും പുറത്തു വരത്തില്ല, നാട്ടുകാർ പറയും പുറത്തു വരത്തില്ല, നിന്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ വരത്തില്ല, ദുഷ്ടപിശാചി നിനക്കെതിരെ വേലി കെട്ടും. കമോൺ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ആരൊക്കെ വേലി കെട്ടിയാലും, ഉപവസിക്കുന്ന നിനക്കെതിരെ ആരൊക്കെ മതിൽ കെട്ടിയാലും, നിന്റെ ബന്ധുക്കളും ചാർച്ചക്കാരും നിനക്കെതിരെ നിന്നാലും, നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്ന് രാത്രി പട്ടണത്തെ നിന്റെ മരണം കാണാൻ സിസ്റ്റർ, നാട്ടുകാർ കാത്തു നിൽക്കും. നിന്റെ വീട്ടിനകത്ത് ശവപ്പെട്ടി വരുന്നത് കാണുവാൻ ദുഷ്ടപിശാചി കാത്തു നിൽക്കും. എന്നാൽ കരമടിച്ച് ആരാധിക്കുന്ന നിന്നെ പറ്റി ദൈവത്തിനൊരു പ്രോമിസ് ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്തുന്ന ദൈവ. അതുകൊണ്ട് ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ ആദ്യ രാത്രി ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ജൂലൈ മാസത്തിന്റെ 3-ാമത്തെ ആഴ്ച കരം ഉയർത്തി പറയണോ, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്, എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്ക്. ദുഷ്ടപിശാച് എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ കുഞ്ഞുങ്ങൾക്കെതിരെ ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ മനസ്സിലാകുന്നവർക്കായി. 5-ാമത്തെ കാര്യം, കഴുത യെരൂശലേം ദൈവാലയത്തിൽ കൊണ്ടു നിർത്തി. അപ്പം കഴുതയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? പക്ഷേ യേശു യാത്ര ചെയ്ത കഴുത ആരും തൊട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചെറിയ കൂട്ടമെങ്കിലും പറയണം, 5 പ്രതികൂലം വരുന്നെങ്കിൽ 5 മറുപടി നിനക്കുണ്ട്. നീ പതറുവാൻ ദൈവം അനുവദിക്കത്തില്ല, നീ തളരുവാൻ ദൈവം അനുവദിക്കത്തില്ല. യെരൂശലേം ദൈവാലയത്തിനകത്ത് യേശു വരുന്നു. ആ പെരുന്നാൾ ഓശാന പെരുന്നാൾ. ലൈവും പോകുന്നത് കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് ചെക്ക് ചെയ്യാം. പെസഹ പെരുന്നാൾ, ഓശാന പെരുന്നാൾ, ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ, പുളിപ്പില്ലാത്ത എപ്പത്തിൻ്റെ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, കാകളനാഥ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, അങ്ങനെ ഒരു പെരുന്നാൾ ഓശാന പെരുന്നാൾ. മത്തായി 24 യേശു ദൈവാലയത്തിൽ വന്നു. നല്ല പണിയാ ദൈവാലയത്തിൽ നടക്കുന്നത്. അതാ ഇന്നത്തെ ഇസ്രായേൽ ഹമാസ് ഇറാൻ പ്രശ്നമല്ല. അത് പണിയെല്ലാം കഴിഞ്ഞ് അവസാന മിനുക്ക് പണി നടന്നുകൊണ്ടിരിക്കുക. ടൈൽസ് ഇടുന്നു, ഇന്റർലോക്ക് ഒട്ടിക്കുന്നു, നല്ല തൂക്കുവിളക്കുകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ആലയത്തിന്റെ പണി കാണിച്ചു. മത്തായി 24:1-2 യേശു പറഞ്ഞത്, കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. ഇതാണെന്ന് ലോകത്തിലെ വിഷയം. യഹൂദൻ ആലയമില്ല. ഭാഗം നമ്മൾ തുടർന്നില്ല. ബാലരാമപുരത്തോ മറ്റു വരുമ്പോൾ നമുക്കത് വീണ്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ അന്ന് യേശു ഒലിവുമലയിലേക്ക് പോയി നല്ലതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കണക്ക് നെയ്യാറിനാമി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നതല്ലായിരുന്നു യേശുവിൻ്റെ പരിപാടി. സായം സന്ധ്യയിൽ പിതാവിൻ്റെ സന്ധ്യയിൽ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുക. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട പല പ്രഭാഷണങ്ങളും ഞങ്ങൾ നാവിൽ കൂടി ശ്രദ്ധിക്കുവാനിടയായി. കാനാവിലെ കല്യാണ വീട്ടിലും ഗബദായിലും തെക്കപ്പൊലിമയിലും ഗതസമനയിലുമൊക്കെയും പ്രഭാഷണങ്ങൾ കേട്ടു. എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായി അങ്ങൊരു കാര്യം പറഞ്ഞു, ഉലകം അവസാനിക്കും, നിന്റെ വരവ് ലോകത്തിൻ്റെ അവസാനം, അടയാളം എന്ത്? യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ
തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേ. യേശു മറുപടി പറഞ്ഞു 6 ലക്ഷണങ്ങൾ. അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ പ്രഭാഷണങ്ങൾ. ബൈബിൾ ഉലകത്തിൻ മുടിവും കടസി കാല ചെയ്തികളും ഇംഗ്ലീഷിൽ എൻഡ് ഓഫ് ദ വേൾഡ് സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് വാട്ട് അബൌട്ട് ദ സിഗ്നൽ. യേശു അപ്പച്ചൻ ഉത്തരം പറഞ്ഞു. മത്തായി 24, 32, 33, 34, 35 വാക്യങ്ങൾ. സമയത്തിന്റെ പരിമിതി കൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അതോടൊപ്പം വീട്ടിൽ ചെന്ന് വായിക്കണം. അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കും. അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ ഇസ്രായേൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു. നാളെ നമ്മൾ അത് ചിന്തിക്കും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുക, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കും അറിയത്തില്ല. നോവാവിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരന്റെ വരവിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ. കാന്തന്റെ വരവിന്റെ 6 ലക്ഷണങ്ങൾ. 1 അത്തിയാകുന്ന ഇസ്രായേൽ. 2 ആന്റിക്രൈസ്റ്റ് എന്ന ഏകലോക ഭരണം. 3 പ്രപഞ്ചത്തിൽ വലിയ മാറ്റമുണ്ടാകും. 4 ആകാശത്തിനകത്ത് ലക്ഷണങ്ങൾ ഇവിടെ കാണുന്നത് അപ്രപഞ്ച മാറ്റം. 4 ഒരു ഏകലോക മതം ഇവിടെ വരും. 5 നോഗയുടെ കാലത്തെ പോലെ പ്രളയം വരും. 6 ലോത്തിന്റെ കാലത്തെ പോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങും. ഒന്നുകൂടി ബൈബിൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നമ്മളിവിടെ സ്കൂളിനകത്ത് നിയമ സ്കൂളിലിരിക്കുന്നത് പോലെ കാന്തന്റെ വരവിന്റെ 6 ചാലുകൾ. 1 യഹൂദ ലക്ഷണം. 2 എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം. 3 പ്രപഞ്ചത്തിന്റെ മാറ്റം. 4-ാമത്തെ കാര്യം ഒരു ഏകലോക മതം ഇവിടെ വരും. ന്യൂ വേൾഡ് റിലീജിയൻ. 5 നോഗയുടെ കാലത്തെ പോലെ മേഘ വിസ്ഫോടനം ഇവിടെ വരും. 6-ാമത്തെ കാര്യം ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി മനുഷ്യനെ കൊല്ലും. അതെല്ലാം നാളെ നാം ചിന്തിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ യേശുക്രിസ്തുവിന്റെ 3 പ്രഭാഷണങ്ങൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. അതിൽ 1-ാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണം. മത്തായി 7, 8. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു പിതാവുണ്ടായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ ആർക്കും അറിയത്തില്ല. മഹാത്മജി. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയായിരുന്നു, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ. അതിനകത്തൊരു വാക്യം എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ അഹിംസയുടെ വാദം കൊണ്ടുവന്നത് എവിടുന്നാണെന്നറിയാമോ? യേശു അപ്പച്ചൻ്റെ മൊഴിമുത്തായി എന്നെ അഹിംസയിലേക്ക് കൊണ്ടുവന്നെന്ന്. നമ്മുടെ മഹാത്മജി ബൈബിൾ വായിച്ചെന്ന് നമ്മൾ വായിക്കുന്നില്ലെന്ന്. സന്തോഷമില്ല. ഇപ്പം ആര് വായിക്കാണ്? കഴിഞ്ഞ ദിവസം TPM ഒരു അപ്പച്ചനോടൊരു കാര്യം പറഞ്ഞു. സോദര അപ്പച്ചി ഒരിടത്ത് വിസിറ്റിന് പോയി. നല്ല വീടായിരുന്നു. ലൂക്കോസ് ബ്രദർ എന്ന് പറയുന്ന വീട്ടിൽ ചെന്നപ്പോൾ അപ്പച്ചൻ നോക്കിയപ്പോൾ TPM അപ്പച്ചൻ നോക്കിയപ്പം ബൈബിളിനകത്ത് നല്ല നല്ല തുണ്ട് പേപ്പറുകൾ. അപ്പം ചായ കുടിച്ചിട്ട് അപ്പച്ചൻ പറഞ്ഞു, ലൂക്കോസ് ബ്രദറെ നിന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൊച്ചു കൊച്ചു മെസ്സേജുകളെല്ലാം ബൈബിൾ ഇങ്ങനെ തുണ്ട് പേപ്പറായിട്ട് വെച്ച് വായിക്കുന്നതിനായി നന്ദി. ഉടനെ ലൂക്കോസ് ബ്രദർ പറയാ, അപ്പച്ച അത് തുണ്ട് പേപ്പറല്ല, കറണ്ടിൻ്റെ വെള്ളത്തിൻ്റെ എല്ലാം ബില്ലായി. ഇതാകുമ്പോൾ നല്ല ക്ലിയറായിട്ടിരിക്കും, ആരും തുറക്കത്തില്ലെന്ന്. സ്വോത്രം. അതുപോലെ ഇന്ന് നമ്മുടെ ഷോക്കേസിനകത്തായി ബൈബിൾ ആരും തുറക്കത്തില്ല. സ്വോത്രം. മഹാത്മജി ഇത് വായിച്ചിട്ട് അദ്ദേഹം അഹിംസയുടെ വാദം. അതാണ് ഗിരിപ്രഭാഷണം. 2-ാമത്തെ പ്രഭാഷണമാണ് ഇന്ന് സിസ്റ്റർ വായിച്ചത്. ഒലിവുമല പ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്. 3-ാമത് യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം, മാളികമുറി പ്രഭാഷണം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അനവധി പ്രഭാഷണങ്ങളുണ്ടെങ്കിലും യേശുദേവന്റെ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മത്തായി 24 മുഴുവൻ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ. അതിനോടനുബന്ധിച്ച് പ്രപഞ്ചത്തിലെ മാറ്റത്തെപ്പറ്റി മത്തായി 24 അവസാന ഭാഗങ്ങൾ 29, 30. ആ കാലത്തിലെ കഷ്ടം, കോവിഡാനന്തര ലോകം. കഷ്ടങ്ങൾ പെരുകുന്നു, രാജ്യം രാജ്യങ്ങളോട് എതിർക്കുന്നു, ജാതി ജാതിയോട് എതിർക്കുന്നു, ഭൂകമ്പങ്ങൾ പെരുകുന്നു, മഹാമാരികൾ ഇവിടെ ആഞ്ഞടിക്കുന്നു. ഇതൊരു കഷ്ടത്തിന്റെ തുടക്കം, ഏറ്റുനോവിന്റെ ആരംഭം. അങ്ങനെയെങ്കിൽ ഈ കഷ്ടത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്, നാം കാത്തിരിക്കുന്ന പ്രകൃതി അസ്തമിക്കാൻ പോകുന്നു. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ് സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ പ്രകാശം തരാതെ ഇരിക്കും, ആകാശത്തിൽ നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും, ആകാശത്തിന്റെ ലക്ഷണങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടയാളം മഹാ തേജസ്സോടെ മധ്യാകാശത്തിൽ വെളിപ്പെടും. അന്ന് ദൂതന്മാരുമായി സകല ജാതികളെ പ്രലോഭിച്ചുകൊണ്ട് ആകാശമേഘങ്ങളിൽ യേശു വരുന്നത് കാണും. അതാ 1 പ്രപഞ്ച ലക്ഷണം. അതിനാസ്പദമായി 5 സംഭവങ്ങളായിരിക്കുമെന്ന് രാത്രി ചിന്തിക്കുന്നത്. ഈ സൂര്യൻ തീരുമോ? ഭൂകമ്പം ഉണ്ടാകുമോ? ആകാശത്ത് നിന്ന് രക്തമഴ പെയ്യുമോ? ഇന്ന് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എല്ലാം സൂര്യതാപേറ്റ് ചത്തുകൊണ്ടിരിക്കുക. ഇതെല്ലാം ബൈബിളിലുണ്ടോ? സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങുന്ന ഒരു കാലം വരാറായി. വായിക്കുന്നു, ഈ പ്രപഞ്ചത്തിന്റെ ലക്ഷണങ്ങളെല്ലാം മാറിപ്പോകുക. ദൈവസഭ എടുക്കുന്നതിനോടൊപ്പം ട്രെയിൻ വരുന്നതിന് മുമ്പ് സിഗ്നൽ ലഭിക്കുന്നത് പോലെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങൾ ആസ്പദമായി കർത്തദാസി വായിക്കും 2 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. മത്തായി 24-ഓടൊപ്പം വെളിപ്പാടിലേക്ക് നാം പോകുന്നു. വെളിപ്പാട് 6, 12, 13. ബൈബിൾ കൂടെ കുഞ്ഞുങ്ങൾ എടുക്കണം. ശിശു വായിച്ചാട്ടെ. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. വരാൻ പോകുന്ന ഭൂകമ്പം. അതിനു മുമ്പ് അക്കരെ കയറിക്കോണം. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ
കരിമ്പടം പോലെ കറുത്തു. ഇന്ന് പ്രകാശം തരുന്ന നമ്മുടെ സൂര്യൻ ചേട്ടൻ കരിമ്പടം പോലെ കറുക്കും. അടുത്തത് ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അത് പ്രസംഗിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം വെനീസുല ഭൂകമ്പം ഉണ്ടായി. അതിനുശേഷം പേപ്പർ വായിച്ചവർക്കറിയാം, ആകാശത്തിൽ രക്തചന്ദ്രൻ വെനീസുല. അതാണ് ഈ കാര്യം പ്രസംഗിക്കാൻ ഇന്ന് ഈ വിഷയം എടുത്തത്. ഷൈൻ അറിയാം, ഇതുകൊണ്ട് സമയോചിതമായിട്ട് ഇത് പ്രസംഗിക്കുന്നത്. അടുത്ത വാക്ക് വായിക്കാം. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അങ്ങനെ നിൽക്കട്ടെ സിസ്റ്ററെ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ഇനി നമ്മൾ ലഘുവായി സൺഡേ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ ചിന്ത മുന്നോട്ട് പോകാം. 3 കാര്യം പറയുമ്പോൾ ഇടവേളയിലേക്ക് വരും. പിന്നെ അത് കഴിഞ്ഞ് 2 കാര്യം കൂടെ, 5 കാര്യങ്ങളായിരിക്കും ഈ രാത്രി ചിന്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രപഞ്ചം പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൂടെ ഇരിക്കണം. യൂണിവേഴ്സ് അല്ലെങ്കിൽ കാസ്മോസ്, വിശുദ്ധ ബൈബിൾ 1, ഉൽപ്പത്തി 1, തമിഴ് ബൈബിൾ മുതലാധാരം അല്ലെങ്കിൽ ജെനസിസ് ചാപ്റ്റർ 1, മലയാളം ഉൽപ്പത്തി 1. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം 1-ാം അധ്യായത്തിൽ കുറച്ച് വെടി ഉണ്ടാകട്ടെ, ഉളവാകട്ടെ, ഉരുവാകട്ടെ. ടേ 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 സന്തോഷമില്ലല്ലോ. ഉൽപ്പത്തി 1 ടേ ടേ സ്വത്രം മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വാക്കാൽ 1 ആദിയിൽ ദൈവം ആകാശവും ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടിരിക്കണമേ. ഇതിന് സയൻസ് വിളിക്കുന്ന പേര് യൂണിവേഴ്സ്, പ്രപഞ്ചം, അല്ലെങ്കിൽ ഗ്രീക്ക് മൂലഭാഷ കാസ്മോസ്. സൂര്യൻ ചന്ദ്രൻ ആരും ഉണ്ടാക്കിയതല്ല. ഉൽപ്പത്തി 1:16. എല്ലാവരും ബൈബിൾ കൂടെ. പകൽ വാഴുവാൻ വലിപ്പം കൂടിയ സൂര്യനും രാത്രി വാഴുവാൻ വലിപ്പം കുറഞ്ഞ വെളിച്ചമായി നിലാചന്ദ്രനെയും ദൈവം സൃഷ്ടിച്ചു. അതാ 1:2 വരുമ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നു. അങ്ങനെയെങ്കിൽ നാം കാണുന്ന പ്രപഞ്ചം അന്നേരം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് രാത്രി നാം പാർക്കുന്ന ഭൂമി സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ ഭൂമി. സൂര്യനും ഭൂമിയും തമ്മിൽ എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? 15 കോടി കിലോമീറ്റർ ദൂരം. ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടിരിക്കണം. സൂര്യൻ, ഭൂമി, മിൽക്കി വേ ഗാലക്സിയിൽ 9 ഗ്രഹങ്ങൾ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ദൈവം ഭൂമി അതിൻ്റെ മകുടിയിൽ നല്ലതുപോലെ സൃഷ്ടിച്ചു. സൂര്യൻ്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ ഭൂമി. അങ്ങനെയെങ്കിൽ പകൽ വാഴുവാൻ വലിപ്പം കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാ നാം പാർക്കുന്ന ഭൂമി. ഭൂമിയുടെ ഓട്ടം എത്രയാണെന്നറിയോ? 1260 കിലോമീറ്റർ സ്പീഡിൽ പമ്പരം കറങ്ങുന്ന ഒരു ഗ്രഹത്തിലാണ് നാം പാർക്കുന്ന ഭൂമി നിൽക്കുന്നത്. പകൽ വാഴുവാൻ സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട്, അതിൻ്റെ പേര് ഹൈഡ്രജൻ. 7 തട്ടുകളിൽ കൂടിയ പ്രകാശം ഇറങ്ങി വരുന്നത്. 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 സ്ട്രാറ്റോസ്ഫിയർ, 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. 7 തട്ടുകളിൽ കൂടിയാ വരുന്നത്. ഇതൊന്നും അറിയാത്ത കാലത്താ 6-ാമടെ എന്നൊരു അപ്പച്ചൻ പാട്ട് പാടി, ആകാശത്തിൻ ശക്തി ഇളകുന്നതാൽ. സന്തോഷമില്ലല്ലോ, പള്ളിക്കൂടത്തിൽ പാത്ത് അപ്പച്ചനാ പാടിയത്. മനസ്സിലാക്കുന്നവർക്കായി ആകാശത്തിൻ്റെ ശക്തി ഇളകുമെന്ന്. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ പ്രകാശത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ആ ഭൂമി 1260 കിലോമീറ്റർ പമ്പരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്താ ഏറ്റവും നിർണായകമായി 5.5 കോടി കിലോമീറ്റർ ഭൂമി, അതിൽ 3.25 കോടി എന്തോ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. 2 ഭാഗം ഭൂമിയുടെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഭൂമി ആരാ ഉണ്ടാക്കിയത്? ആരുമല്ല ഭൂമി ഉണ്ടാക്കിയത്. ഇയ്യോബിനോട് ദൈവം പറഞ്ഞു, ഇയ്യോബിൻ്റെ പുസ്തകം 38:1-2. അത് കഴിഞ്ഞതിന് ശേഷം 23, 24, 34, 35 ഇയ്യോബിനോട് സ്വർഗം ചോദിക്കുന്നു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ചനക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയിരത്തിൻ്റെ രാശിചക്രങ്ങൾ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ ചങ്ങലകളെ നിനക്ക് പിടിക്കാൻ കഴിയുമോ? മനസ്സിലാകുന്നവർക്ക് ഇയ്യോബ് 38. അപ്പം ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരി ആരാ? വെങ്ങാനൂര ഗോപിനാഥൻ ആശാരിയല്ല, സ്വർഗത്തിലെ ദൈവം ആ ഭൂമിക്ക് അടിസ്ഥാനമിട്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ അതിനുശേഷം വീണ്ടും സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇയ്യോബിൻ്റെ പുസ്തകം 28:26 ഉത്തരദിക്കിനെ ഞാൻ ശൂന്യത്തിൽ നിർത്തിയിരിക്കുന്നു, ഭൂമി അട്രാക്ഷൻ നാസ്തിത്വത്തിൽ വിരിക്കുന്നു. അതാ നമ്മുടെ ഭൂമിയുടെ പ്രത്യേകത. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. 7 തട്ടുകളിൽ കൂടിയ പ്രകാശം വരുന്നു. ഇനി ബൈബിൾ ക്ലിയർ ആയിരിക്കണേ. സൂര്യനകത്ത് കത്തുന്ന ഒരു വാതകമുണ്ട്, അതിൻ്റെ പേര് ഹൈഡ്രജൻ. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ. ഇതാ ഉൽപ്പത്തി 1:16. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴാൻ നിലാചന്ദ്രൻ. എല്ലാവരും ഇങ്ങോട്ട് കേട്ടുകൊണ്ടിരിക്കണം. സൂര്യൻ്റെ പ്രകാശം
7 തട്ടുകളിൽ കൂടിയാ താഴേക്ക് ഇറങ്ങുന്നത്. ആ പ്രകാശം ഭൂമിയിൽ വരും. അത് ഡൈവേർട്ട് ചെയ്യുന്നതായി ഈ ചന്ദ്രനിൽ നിലാവെളിച്ചം. ചന്ദ്രനിൽ പ്രത്യേകിച്ച് വെളിച്ചമൊന്നുമില്ല. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ ഇറങ്ങും. അത് റിഫ്ലക്റ്റ് ചെയ്ത് ഗ്ലാസ്സിൽ കൂടെ കയറുന്ന പോലെ ചന്ദ്രനിൽ കയറുന്നു. അതാണ് ചന്ദ്രൻ്റെ നിലാവെളിച്ചം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ സൂര്യൻ്റെ പ്രത്യേകത എന്താ? പ്രപഞ്ചം, ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ തയ്യാറെടുക്കുന്നു. ആസ്പദമായി ഇന്ന് രാത്രി നമ്മുടെ സഭാദിനത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ 1,76,00,000 കിലോമീറ്റർ ആകാശത്തിനകത്ത് ഓസോൺ പാളി കീറിക്കഴിഞ്ഞു. എന്താ ഓസോൺ പാളിയുടെ പ്രത്യേകത? എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അമ്മ കുട കൊടുക്കും. കുട കൊടുത്തിട്ട് പറയും, മക്കളെ വെയിലത്ത് നിൽക്കരുത്, കുടയെ തന്നെ പോയി വരണമെന്ന്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് ചൂടേക്കാതിരിപ്പാൻ രണ്ടാമത്തെ ഒരു പ്രതലം വെച്ചു. അതിൻ്റെ പേര് ഓസോൺ ലെയർ. ഇന്ന് രാത്രി നമ്മുടെ സഭാദിന കൺവെൻഷൻ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 1,76,00,000 കിലോമീറ്റർ ഈ കുട കീറിപ്പോയി. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് എത്രയാണെന്നറിയാമോ? 17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇന്ന് ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ചൂട്. കേരളത്തിൽ 2 സ്ഥലങ്ങളിൽ മനുഷ്യൻ കൊല്ലാനായിട്ട് ചൂടാ, പുനലൂരും പാലക്കാടും. അതിൻ്റെ അർത്ഥം എന്താ? പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും. കണ്ടാട്ട് വെടിവച്ചാങ്കോവിലെ ശോശാമ അഭിലേഷുണ്ട ഉണ്ടാക്കുന്നത് പോലെ ഈ പ്രപഞ്ചം തീരാൻ പോകുക ചൂടുകൊണ്ട്. അങ്ങനെയെങ്കിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലും. അതിൻ്റെ പേര് ഗ്ലോബൽ വാർമിംഗ്, സൂര്യാഘാതം. പുറകെ മനസ്സിലാക്കി തരാം. അതിനാസ്പദമായി ഷൈൻ ബ്രദർ ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ചെന്ന് ഇത് കാണുകയും വേണം. ധ്രുവ ദീപ്തി. ഇതിന് വിളിക്കുന്ന പേരാ UV, അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അതുകൊണ്ട് സജിപാസ് ക്യാൻസർ മുഴുവൻ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ആഗോള താപനം. സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ദാണ്ട് സൂര്യാഘാതം മരണം 3. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി സജിപാസ് നിങ്ങൾ പിടിക്കരുത്. കേരളത്തിൽ ഒരു ദിവസം 3 പേരാ സൂര്യാഘാതത്തിൽ മരിച്ചത്. സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? ബൈബിൾ പുറകെ പറഞ്ഞു തരാം. എല്ലാവരും കേട്ടാട്ട്. ഈ പോന്നപടിക്ക് പാറശാലയ്ക്കപ്പുറം പരശുവയ്ക്കൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. പരശുവയ്ക്കൽ ഒരു രാജു ചേട്ടൻ രാവിലെ പണിയെടുക്കാൻ വന്ന് കാപ്പിയാട്ടം വന്ന് വീട്ടുകാർ വിചാരിച്ചു 2 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കും. 2 മണിക്ക് പുള്ളി വന്നില്ല. 3:30 മണിയായപ്പോൾ ആ പരശുവയ്ക്കൽ അമ്പലത്തിൻ്റെ പുറത്ത് വയലിനകത്ത് കുഴഞ്ഞു കിടക്കാം. ആൾക്കാർ വിചാരിച്ച് ഹാർട്ട് അറ്റാക്കാന്ന്. പാറശാല ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് അല്ല, ഡയറക്റ്റ് സൂര്യൻ്റെ കീഴിൽ നിന്ന് ആൾ കുഴഞ്ഞു പോയതാ. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് 2 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കും. 2 മണിക്ക് പുള്ളി വന്നില്ല. 3:30 മണിയായപ്പോൾ ആ പരശുവയ്ക്കൽ അമ്പലത്തിൻ്റെ പുറത്ത് വയലിനകത്ത് കുഴഞ്ഞു കിടക്കാം. ആൾക്കാർ വിചാരിച്ച് ഹാർട്ട് അറ്റാക്കാന്ന്. പാറശാല ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് അല്ല, ഡയറക്റ്റ് സൂര്യൻ്റെ കീഴിൽ നിന്ന് ആൾ കുഴഞ്ഞു പോയതാ. പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെല്ല. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആള് പോയി. അതിൻ്റെ പേരാ സോളാർ ഇമ്പൾസ് റേഡിയേഷൻ. സൂര്യൻ മനുഷ്യനെ കൊല്ലും. കേരളത്തിൽ സംഭവിക്കും, എല്ലാ സ്ഥലത്തും സംഭവിക്കുന്ന ഒരു കാലമാ. സൂര്യൻ മനുഷ്യനെ കൊല്ലും. അതിനാസ്പദമായി ഇന്ന് ഈ കാര്യം പറയുവാൻ ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ബെൽജിയം, അവിടെ എല്ലാവരും 2 കമ്പിളി 8 സോക്സ് ഇട്ടുകൊണ്ട് നടക്കുന്നവരാ. കണ്ടില്ലയോ? ഈ ദിവസങ്ങളിൽ അവിടെ മൊത്തം കൊടും ചൂട് കൊണ്ട് ഫ്രാൻസിൽ മാത്രം 4000 പേർ മരിച്ചുപോയി. അതിനുശേഷം ബെൽജിയത്തിലും അനേകം പേർ മരിച്ചുപോയി. അവിടെ ഈ കടകളിൽ നമ്മുടെ കണക്ക് AC ഒന്നുമില്ല. ഈ വയനാട്ടിലെ കണക്ക് അത്യാവശ്യം ഒരു ഫാൻ ഇട്ടിട്ട് എല്ലാം കൂടെ ഹല്ലേലൂയ പറഞ്ഞ് തണുപ്പത്ത് കിടന്നുകൊണ്ടിരുന്ന ഈ ചൂട് വരുമെന്ന് ആരും അറിഞ്ഞില്ല. ACയും കിട്ടാനില്ല. മനുഷ്യനെ സോളാർ ഇമ്പൾസ് റേഡിയേഷനകത്ത് UV, അൾട്രാ വയലറ്റ് വഴി കൊല്ലുന്ന ദിനം സമീപമായിരിക്കുന്നു. ആസ്പദമായി മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോകും. ബൈബിളിനകത്തുണ്ടോ? വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം സഹോദരി വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രപഞ്ചത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങും. വായിക്കുന്നു സിസ്റ്റർ, വായിക്കുമ്പോൾ ബൈബിൾ കൂടെ എടുക്കാം. വെളിപ്പാട് 16 8-ാമത്തെ വാക്യം സഹോദരി വായിച്ചാട്ടെ. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. എല്ലാവരും ആ വാക്യ സിസ്റ്റർ വായിക്കുന്ന കൂടെ വെച്ചിരിക്കണം. സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്ക് മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഇന്ന് രാത്രി കയ്യിലിരിക്കുന്ന മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് നല്ലൊരു അങ്കിളുണ്ട് ഗൂഗിളിനോട് ചോദിക്കണം, ആ ഫ്രാൻസിലും ജർമ്മനിയിലും എത്ര പേര് മരിച്ച ആ സൂര്യതാപം ഒന്ന് കാണിച്ചു തരാൻ. വളരെ ക്ലിയർ ആയിട്ട് തരും. മനുഷ്യൻ അത്യുഷ്ണത്താൽ വെന്തുപോയി. നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ ഒരു കാര്യം പറഞ്ഞു, സൂര്യനെ പേടിക്കണം, പകലിറങ്ങരുത്. മനസ്സിലാകുന്നവർക്കായി പുറകെ കേരളത്തിൽ വരാൻ പോവുക. മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്, 11 മണി
മുതൽ 3 മണി വരെ റോഡിൽ ഇറങ്ങുന്നത് സൂക്ഷിച്ചു വേണം. പിള്ളേർ വെള്ളം കുട കൂടെ വെക്കണം. അത് കഴിഞ്ഞിട്ട് കുപ്പിവെള്ളം സൈറ്റിനകത്ത് കൊടുക്കണം. പല പണി നടക്കുന്ന സൈറ്റുകളിലും പണിക്കാരോട് പറഞ്ഞ് നേരിട്ട് സൂര്യന്റെ കീഴിൽ നിൽക്കരുത്. 12 മുതൽ 2 വരെ ഏതെങ്കിലും പെരയുടെ കീഴിൽ കിടന്ന് ഉറങ്ങിക്കോണം. മനസ്സിലാകുന്നവർക്കായി എത്ര ക്ലിയറായി കേരളത്തിൽ പാലക്കാട് വെൽഡിംഗ് തൊഴിലാളിക്ക് പൊള്ളലേറ്റു. കുന്നിക്കോട് ജോൺസൺ ബ്രദർ വെൽഡ് ചെയ്തുകൊണ്ടിരുന്നു. കറണ്ട് അടിച്ചതല്ല, സൂര്യാഘാതത്തിൽ മരിച്ചുപോയി. എത്ര സ്ഥലത്ത് സൂര്യാഘാതത്തിൽ മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ പറയുന്നതിന് മുമ്പ്, വീണ ജോർജ് ആരോഗ്യമന്ത്രി പറയുന്നതിന് മുമ്പ്, ഇന്നത്തെ ബ്രിട്ടനില് അതുപോലെ തന്നെ ഫ്രാൻസിലും ജർമ്മനിയിലും ആയിരങ്ങൾ മരിച്ചു വീഴുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ബൈബിളിനകത്ത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കുഞ്ഞ് എഴുതിക്കോ, അന്ത്യകാലം സൂര്യൻ മനുഷ്യനെ കൊല്ലുന്ന കാലം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അതിന്റെ പേര് ആരും ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ ക്ലിയർ ഇന്ന് ലൈവിൽ കൂടി കൊടുക്കുന്ന സൂര്യാഘാതം. ഒരേ ദിവസം കേരളത്തിൽ 3 പേർ മരിച്ചുപോയി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് പറയുവാനുള്ളത്, നമ്മുടെ കർത്താവിന്റെ വരവടുത്തുപോയി. സംഭവങ്ങൾ മുഴുവൻ വചനത്തിന്റെ നിവൃത്തിയാകുന്നു. ബൈബിൾ ഒന്നാമത്തെ തെളിവ്, സൂര്യൻ ഏറ്റവും നിർണായകമായി മനുഷ്യനെ കൊല്ലാനിറങ്ങും. നമ്പർ 1, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ചാല് തുടങ്ങുന്നതിലുള്ള. രണ്ടാമത്തെ കാര്യം, ആകാശത്ത് നിന്ന് പാറകൾ വീഴും, രക്തം വീണ് രക്തവെള്ളമായിട്ട് മനുഷ്യന് വെള്ളം കുടിച്ചു മരിക്കുന്ന ഒരു കാലം. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11 വാക്യങ്ങൾ. കുഞ്ഞു വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. വായിക്കാം. വെളിപ്പാട് 8-10-11 വായിച്ചാട്ട് കുഞ്ഞെ. മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. അതിന്റെ പേര് ആകാശപ്പാറ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കറിയാം, ആസ്ട്രോയിഡ് ആകാശപ്പാറ. അവിടെ നിൽക്കട്ടെ. നദികളിലും നീരുറവകളിലേക്ക് വീഴുന്ന ആകാശത്തിൽ പാറയുണ്ടോ, വീഴുമോ? എല്ലാവരും ക്ലിയർ ആയിരിക്കണം. ഞാൻ പോയതിനു ശേഷം സജിഭാഷ പിടിക്കരുത്. അതുകൊണ്ട് ഇതെല്ലാം കാണിക്കുന്നത്. വെല്ലൂരിൽ ആളക്കൊന്നത് ഉൽക്ക. ആകാശത്തിനകത്ത് ഉൽക്ക കിടപ്പുണ്ട്. അതിന് വിളിക്കുന്ന പേര് ആസ്ട്രോയിഡ്. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത രണ്ടാമത്തെ കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ ലൈവ് നാട്ടുകാർക്ക് വായിച്ചു കൊടുക്കണം. റഷ്യക്ക് മീതെ പൊട്ടിച്ചെറിയ ഉൽക്കയ്ക്ക് ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി. ആകാശത്തിനകത്ത് പാറയുണ്ട്. അതിന്റെ പേര് ആസ്ട്രോയിഡ്, ആകാശപ്പാറ. എല്ലാവരും വചനം അങ്ങോട്ട് കേൾക്കണമേ. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് നമ്മുടെ 2-3 പാറമലയുണ്ട്. പെരുങ്കടവിളയുണ്ട്, ആലത്തൂരുണ്ട്. ദാണ്ട് ഇതിന്റെ ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ മുക്കുന്നി മലയുണ്ട്. അവിടെ എല്ലാം ഈ പാറ പൊട്ടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്നും കോറിക്കകത്തല്ല വീഴുന്നത്, ചിലത് പുറത്തേക്ക് തെറിക്കും. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തുനിന്ന് പാറ വീഴും. അതിന്റെ പേര് ആസ്ട്രോയിഡ്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ലയോ? അങ്കമാലി തീഗോളം, മലപ്പുറത്ത് തീഗോളം, ഇസ്രായേൽ തീഗോളം. ഉടനെ ഞങ്ങളുടെ പെന്തിക്കോസിലെ പാസ്റ്റർമാരെല്ലാം കർത്താവ് നാളെ വരുമെന്ന്. സന്തോഷമില്ലല്ലോ? മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ ഓർത്ത് വീടും കാറും റബ്ബറും വിൽക്കരുതേ മക്കളെ. ആകാശത്തെ തീഗോളമൊക്കെ ഇതിനകത്ത് സംഭവിക്കുന്നതാ. അത് കണ്ടിട്ട് കർത്താവ് നാളെ വരുമെന്നൊന്നും പറയരുത്. കർത്താവ് വരാൻ സമയമെടുക്കും. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ കർത്താവ് വരും. മനസ്സിലാകുന്നവർക്കായി വരത്തില്ല. നല്ല തീഗോളം കണ്ടിട്ട്. അതുകൊണ്ട് തീഗോളം കണ്ടിട്ട് ഉടനെ ആൾക്കാർ ഫേസ്ബുക്കിൽ അവിടെ പോസ്റ്റ് ഇടും, തീഗോളം കർത്താവ് വരാറ്. KFCക്ക് ഓഫർ കൊണ്ട് ചിക്കിങ് തിന്നിട്ട് അവസാനം പൈസ പോയിട്ട് പിന്നെ കർത്താവിനെ കുറ്റം പറയരുത്. കർത്താവ് അങ്ങനെയൊക്കെ വരാൻ സമയമെടുക്കും. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ആകാശപ്പാറ. ആകാശത്തിനകത്ത് 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപ്പാറയുണ്ട്. ഇത് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേര് നക്ഷത്ര സ്ഫോടനം, സ്റ്റാർ വാർ. അങ്ങനെയെങ്കിൽ പാറ വീഴും. ഇനി എല്ലാവരും കേൾക്കണം. ഈരാറ്റുപേട്ടയിൽ ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം പ്രസംഗിച്ചു. കർത്താവിൻ്റെ പറമ്പിൽ കൈവിടപ്പെട്ടു പോയാൽ മുദ്രകളിൽ. അങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞു. 2 ദിവസം പ്രസംഗം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷൈൻ പാസ്റ്റർ ലൈവ് കൊടുക്കുന്നോള് അന്ന് ഈരാറ്റുപേട്ടയിലെ നമ്മുടെ സിറ്റി TV, ഇവിടെ മന്ന ടെലിവിഷൻ, പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ ലൈവ് കൊടുക്കുന്നത് പോലെ അവിടെ എല്ലായിടത്തും ലൈവ് കൊടുത്തു. അന്ന് അവർ 1-ാം ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ലൈവ് കൊടുത്തപ്പോൾ പിള്ളേർ പറഞ്ഞു, പാസ്റ്റർ ഈ പറയുന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് പോലും പിടി കിട്ടുന്നില്ല, ആരെങ്കിലും സംശയം ചോദിച്ചാൽ കൊടയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമ്പർ തരാം, മൊബൈൽ നമ്പർ. അവർ നിങ്ങളുടെ ചാനൽ വിളിച്ച് നോക്കുന്നത്, സിറ്റി ചാനൽ എന്തോ, അത് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. 2-ാം ദിവസം പ്രസംഗം കഴിഞ്ഞു. രാത്രി അവർ ദോശയൊക്കെ തന്നു. എനിക്ക് കൊട്ടാരക്കര വഴി തിരുവനന്തപുരമുള്ള സൂപ്പർ ഫാസ്റ്റാണ്. ഞാൻ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരമായിട്ട് പിന്നെ തൊടുപുഴയെന്ന് എനിക്ക് തോന്നുന്നു ഈ പാല ഏറ്റുമാനൂർ കഴിഞ്ഞ് കോട്ടയം വരുമ്പോൾ ഒരു സാർ എന്നെ വിളിക്കുന്നു. സാറ് പറഞ്ഞു, 2 ദിവസമായിട്ട് എൻ്റെ ഉറക്കം പോയെന്ന്.
ഞാൻ പറഞ്ഞു എന്താ കാര്യം? ആ പ്രസംഗം കേട്ട് ഉറക്കം പോയെന്ന്. ഞാൻ പറഞ്ഞു സാറേ ബൈബിൾ വായിച്ചാൽ അതിൽ തന്നെ ഉറങ്ങുമെന്ന്. മനസ്സിലാകുന്നവർക്ക് ശ്രോത്രം ഇത് വായിച്ചുകൊണ്ടിരുന്ന തന്നെ കണ്ണ് മങ്ങിപ്പോകുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാനൊരു അധ്യാപകനാ, പാലായില്ല, വളരെ ഇതാ. അദ്ദേഹത്തിന് ഒരു സംശയം, ഞാൻ ഈ അസ്ട്രോയിഡിൻ്റെ കാര്യം പറഞ്ഞു, ആകാശത്തിൽ പാറ കൂട്ടിവിട്ടു. പുള്ളി എന്നോട് പറഞ്ഞതാ ബൈക്ക് 2 പാലായി കൂട്ടിമുട്ടുന്നു, ട്രെയിനിൻ്റെ കൂട്ടിയിടി പാളത്തിൽ ഒഴിവായി, വിമാനത്തെ ആകാശത്തിൽ കൂട്ടിയിടി ഒഴിവായി, ഈ ആകാശപ്പാറ എന്താ കൂട്ടിമുട്ടാത്തത്? നല്ല ചോദ്യം. ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ആ പാറ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്കപ്പെടും. പത്രോസിനോട് സ്വർഗം പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കല. കുഞ്ഞെ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും ഞാൻ സ്വർഗത്തിൽ അഴിക്കും. ഞാൻ പറഞ്ഞ ആ പാറ പൊട്ടുന്നതിന് മുമ്പ് പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭ ഇവിടുന്ന് എടുക്കപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പാറ ഇപ്പം വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 2, ആകാശപ്പാറ വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ. അങ്ങനെയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇനി നമ്മൾ ഏറ്റവും വരാൻ പോകുന്ന വാട്ടർ, മലിനജലം, അല്ലെങ്കിൽ പിന്നെ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും. സിസ്റ്ററിനെ അടുത്ത വാക്ക് വായിക്കാട്ടെ. ആ പാറ എവിടെ വീണു? വായിക്കാം. മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു, നദികളിൽ 1/3 നീരുറവകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്നു പേർ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെ ആയി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. ഇനി സംഭവിക്കാൻ പോകുന്നത് വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കും. അതിനാസ്പദമായി ജലജന്യ രോഗങ്ങൾ. നെയ്യാറ്റിങ്കരെ കണ്ടില്ലയോ? അമീബ മസ്തിഷ്ക ജ്വരം വന്ന് അനാഥാലയത്തിലെ ഒരാൾ മരിച്ചുപോയി. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആകാശത്തിൽ നിന്ന് മഹാനക്ഷത്രങ്ങൾ താഴേക്ക് വീണാൽ നദികളിലും നീരുറവകളിലും ആ നക്ഷത്രം വീണ് കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് മനുഷ്യൻ പലരും മരിച്ചുപോയി. അതിനാസ്പദമായി ഇന്ന് രാത്രി വചനം കേൾക്കണം. ഇവിടെ അടുത്ത് വിഴിഞ്ഞമുണ്ട്, പൂവാറുണ്ട്, പൊഴിയൂരുണ്ട്, പഴവഞ്ചാലുണ്ട്, പുല്ലുവിളയുണ്ട്. ഇടയ്ക്കൊരു സംഭവം നിങ്ങൾക്കറിയാം. മത്സ്യം കൂട്ടത്തോടെ കടൽ തീരത്ത് ചത്ത് കിടക്കുന്ന കാഴ്ച. പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, സ്രാവിൻ്റെ കറ ഇറങ്ങിയാണ്ട് മത്സ്യം മരിച്ചെന്ന്. സ്രാവിൻ്റെ കറയല്ല, ആകാശത്തിൽ നിന്ന് ഉൽക്ക വീണപ്പോൾ അതിനകത്തൊരു തുള്ളിയുണ്ട്, അതിൻ്റെ പെരാഫ്ലൂറൈഡ്. മത്സ്യത്തിൻ്റെ ശ്വാസകോശം നമ്മുടെ നെഞ്ചിൻ്റെ കണക്കല്ല, കവിളില്ല. ഈ വെള്ളത്തിനകത്ത് ഉപ്പുണ്ട്, ഈ ഫ്ലൂറൈഡുമായിട്ട് മിങ്ക് ചെയ്തപ്പോൾ ഒരു കെമിക്കലായി. ഈ മത്സ്യത്തിന് അവിടെ കിടക്കാൻ വയ്യ, അവൻ ജീവനും കൊണ്ട് കരയ്ക്ക് വന്ന് പിടച്ചടിച്ച് ചത്ത് കിടക്കുന്നതാ. മത്സ്യം കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന കാഴ്ച വിഴിഞ്ഞം, കൊല്ലം, കാപ്പാട്, കോഴിക്കോട് ഈ സ്ഥലങ്ങളിലെല്ലാം മനുഷ്യൻ ചത്ത് കിടക്കുന്ന കാഴ്ചയെങ്കിൽ കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സംഭവിക്കാൻ പോകുന്നത് ജലജന്യ രോഗങ്ങളുണ്ടാകും. നദികളിലും നീരുറവകളിലും വീണു. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചുപോയി. അതുകൊണ്ട് അതിനെ വരാൻ പോകുന്നത് വെള്ളത്തിൻ്റെ വിഷയം വളരെ ശക്തമായി വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എവിടെയെങ്കിലും കൺവെൻഷൻ നടക്കുമ്പോൾ പലയിടത്തും പൈപ്പ് വെച്ചിട്ടുണ്ട്, അവിടെ യേശു വരാൻ കാലമായെന്നല്ല എഴുതിയേക്കുന്നത്. ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളം അമൂല്യമാണ്, തുറന്നു കളയരുത്. സന്തോഷമില്ലല്ലോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ ഉച്ചയ്ക്ക് ടിഫിൻ തുറക്കുമ്പോൾ അമ്മണി ചേച്ചി വടിയാട്ട്, അമ്മണി സിസ്റ്റർ വടിയാട്ടിരിക്കുക, പൈപ്പ് പെട്ടെന്ന് അടച്ചോണം. സന്തോഷമില്ലല്ലോ? പാറശാല ഷീല കല്യാണം, അമ്പണ്ടവ, കള്ളിക്കാട് ദീപേ ചെന്നാൽ ഈ പൈപ്പിൻ്റെ മേട്ടിലല്ല, യേശു വരാൻ കാലമായെന്നല്ല, വെള്ളം അമൂല്യമാണ്. മനസ്സിലാകുന്നവർക്കായി ഇനി ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഒരു പക്ഷേ ഞാനിവിടെ സഭാദിനത്തിൽ വന്നില്ലെങ്കിലും ഇനി ഒരു സംഭവം വരാൻ പോകുന്ന ആഗോള വ്യാപകമായി കയ്യിലെ ചൂടനുസരിച്ച് വെള്ളം കിട്ടും. ഇന്ന് പല ഹോട്ടലിലുമായിട്ടുണ്ട്, നിങ്ങൾ ടാപ്പ് തുറണ്ട് കൈ കാണിക്കുക, കീ കീ കൂക്കു, വെള്ളം വരും, അടയ്ക്കാം. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ? ആ ചൂട് മാറിക്കഴിയുമ്പോൾ അപ്പം നമ്മുടെ വെടിവച്ചാങ്കുവിലെ പള്ളിച്ചെല്ല ചേട്ടന്മാർ പറയാം, പാസ്റ്ററെ ഒന്ന് കഴിവിട്ട് പിന്നെയും കൈ കാണിക്കുന്നത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. സന്തോഷമില്ലല്ലോ? അതിനാസ്പദമായി റേഷൻ തിങ്കളാഴ്ച മേടിച്ചിട്ട് ബുധനാഴ്ച റേഷൻ കടയിൽ ചെന്ന് സഹോദരി അടുത്ത് കൈവെക്കുമ്പോൾ മെനഞ്ഞാന്നെല്ലാം തൂക്കി കൊണ്ടുപോയതേ ഉള്ളൂ, കർവാപ്പസി. മനസ്സിലാക്കുന്നവർക്ക് സ്വത്രം. ഒരു പ്രാവശ്യം കൈവച്ചാൽ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം വെള്ളം കിട്ടത്തുള്ളൂ. അങ്ങനെ വെള്ളം കിട്ടുന്ന ഒരു കാലം വരാറായി. അങ്ങനെയെങ്കിൽ ഈ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്നൊരു കാലം. ആ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രത്യാശയുണ്ട്. സുഖോറിൻ്റെ യാക്കോബിൻ്റെ ഒരു കിണറുണ്ടായിരുന്നു, അവിടെ ഒരു അമ്മാമ ഉണ്ടായിരുന്നു, ശമരിയാക്കാരി അമ്മാമ. വല്ലവർക്കും അറിയാമോ അങ്ങനെ ഒരു അമ്മാമയെ പറ്റി? ശമരിയാക്കാരി അമ്മാമ പെന്തിക്കോസിലെ പാസ്റ്റർമാരെല്ലാം പറഞ്ഞ് അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു.
ഇപ്പം ഒരുവൻ്റെ കൂടെ ബൈക്കേക്ക് ഇറങ്ങുവന്ന്. സന്തോഷമില്ലല്ലോ? 5:30 മനസ്സിലാകുന്നവർക്കായി. അത് ബൈബിൾ പഠിക്കാത്തതുകൊണ്ടാണ് കുഴപ്പം. ആ സഹോദരിക്ക് 5 ഭർത്താക്കന്മാരേ ഇല്ലായിരുന്നു. അവൾ 5 മലയിൽ ആരാധിച്ചു കൊണ്ടിരുന്നതാണ്. അവിടെ പിന്നെ മോറിയ, അക്ര, സെയ്ത ഈ മലകളിലാണ്. പിന്നെ 5.5 മലയെന്ന് പറഞ്ഞ് ഇവൾ ആരാധിക്കാൻ പോയാലും എവിടെ പാരമ്പര്യം ഇടത്തിൽ. അതുകൊണ്ടാണ് ഈ വല്യപ്പൻ്റെ കിണറിയിട്ട് തൊട്ടിയും ഇതുമായിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടി ഒന്ന് മാറ്റി കാട്ടാക്കട വണ്ടി സാറിന് ഇപ്പം നമ്മുടെ പേയാട് വഴി പോകുന്ന വണ്ടി ഊരൂട്ടമ്പലം വഴി വിട്ടതുപോലെ യേശു അതുവഴി ഒന്ന് ചെന്നു. ശമരിയാക്കാരിയോട് പറഞ്ഞ് എനിക്ക് ദാഹമുണ്ട്, വെള്ളം തരണത്. ശമരിയാക്കാരി പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒരു യഹൂദൻ, ഞാനൊരു ശമരിയാക്കാരി. അപ്പോൾ യേശുവിന് പിടികിട്ടി പാരാസെറ്റമോൾ കൊടുത്താലും രക്ഷയില്ലെന്ന്. സന്തോഷമില്ലല്ലോ? യേശു ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞ് ഏറ്റില്ല. രണ്ടാമതായിട്ട് യേശു എന്തോ ഇതെന്നറിയോ, പിന്നെ തർക്കം അന്വേഷിച്ചപ്പോൾ യേശു ഒരു കാര്യാടിയും ചെയ്ത് വചന MRI സ്കാൻ അവിടെ നെഞ്ചിൽ അടിച്ചു കൊടുത്തു. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. അവിടെ തൊട്ടിയും പോയി, വെള്ളവും പോയി. നിന്നോട് ചോദിക്കുന്ന ആരാ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. യേശു അവളോട് പറഞ്ഞു, ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും. ഞാൻ തരുന്ന ജീവജലം കുടിച്ചാൽ ഒരു നാളും ദാഹിക്കുകയില്ല. ആ ശമരിയാക്കാരി ആൻറ്റിയ ആദ്യത്തെ പരസ്യത്തിൽ പ്രസംഗിച്ചത്. സന്തോഷമില്ലല്ലോ? പത്രോസും പൗലോസും അല്ല. അയ്യോ, ശമരിയാക്കാരി ആൻറ്റി വെള്ളം കുടിച്ചിട്ട് ഓടി വന്ന് റോഡിൽ വെച്ച് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ കണ്ടു, ഞാൻ സാക്ഷാൽ മശിഹായെ കണ്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വെള്ളം കുടിച്ച് ഇവിടെ മനുഷ്യൻ വാട്ടർ ഇൻഫെക്ഷനകത്ത് അമീബ, മസ്തിഷ്ക ജ്വരം, ഈ കോള, ഷിഗല്ല, ഇതെല്ലാം ഇന്ന് കോഴിക്കോടെല്ലാം അടിക്കുന്ന ഷിഗല്ല കേരളത്തിലെല്ലാം വെള്ളത്തിൽ കൂടെ വരുന്നതാ. അങ്ങനെയെങ്കിൽ ഈ വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കുന്ന ഒരു കാലം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ വെള്ളം ഞങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത തൻ്റെ മക്കളെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരും. 3-ാമത്തെ സംഭവം. 4-ാമത്തെ സംഭവം ഏറ്റവും നിർണായകമായി മനസ്സിലാക്കാം. ഇവിടെ കിട്ടാൻ പോകുന്നത് രക്തവെള്ളം. മനുഷ്യൻ രക്തവെള്ളം കുടിച്ച് മരിക്കുന്നൊരു കാലം വരാറായി. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം സഹോദരി ഒന്ന് വായിച്ച് സഹായിക്കണം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണം. വായിച്ചാട്ടെ. രണ്ടാമത്തെ ദൂതൻ ഊതി അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. അവിടെ നിൽക്കട്ടെ. അടുത്തത് കടലിലെ പ്രാണികൾ. ആന്റി ഒന്ന് വായിച്ചാട്ടെ. അതുകൂടെ കടലിലെ പ്രാണികൾ. എന്റെ കമ്പ്യൂട്ടർ ശരിയല്ല. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കിടക്കുന്ന വെള്ളം കുടിച്ച് മനുഷ്യൻ മരിക്കാൻ പോകുന്നു. വാട്ടർ ഇൻഫെക്ഷൻ മാത്രമല്ല. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ഞാൻ പറഞ്ഞില്ലയോ, ആകാശത്തിൽ വൻമല പോലെ, നക്ഷത്രങ്ങളല്ല, അസ്ട്രോയിഡിനപ്പുറം ആകാശത്തിൽ മലകളുണ്ട്. അങ്ങനെയെങ്കിൽ ആ മല ഒരെണ്ണം വീണാൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ പാർട്സ് ആയിട്ട് വീണാൽ കിണറ്റിലും വീഴും, സമുദ്രത്തിലും വീഴും, കരമനയാറിലും വീഴും, കിള്ളിയാറിലും വീഴും, ഇവിടെ നെയ്യാറിലും എല്ലായിടത്തും വീഴും. അങ്ങനെ വീണ സ്ഥലങ്ങളുണ്ട്. ദാണ്ടേ എല്ലാവരും കാണണം. ആകാശത്തിൽ നിന്ന് വീണതാ സോമാലിയ ജലദുരന്തം, ശ്രീലങ്ക ജലദുരന്തം ദാ കിടക്കുന്നു. അങ്ങനെയെങ്കിൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇതാ പ്രസംഗത്തിന്റെ കാന്തലായ ഭാഗം, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കണം, കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എന്താ അതിന്റെ വിഷയമെന്നറിയാമോ? ആകാശത്തിൽ നിന്ന് വൻമല പോലെ ഈ പറഞ്ഞ കാര്യം വീഴും. നദികളിൽ വീഴും, നീരുറകളിൽ വീഴും. എന്താ? രക്തമായി തീരും. വെള്ളം രക്തമായി തീരുന്നൊരു കാലം ഇവിടെ വരാറായി. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, നെയ്യാറിനകത്തൊരെണ്ണം വീണാൽ, നെയ്യാറിന്റെ കൈവഴികൾ കള്ളിക്കാട്, മണ്ഡപത്തിൻ കടവഴി വഴി വിരായുമ്പോട് ഇവിടെ മൊത്തം വരാറായി. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പമ്പിങ് നടക്കുന്ന അരുവിക്കരയെന്ന്. അരുവിക്കരയിലെ വെള്ളമാ പട്ടം, സ്റ്റാച്ചു, കേശവദാസപുരം, മണ്ണന്തല, കിഴക്കേക്കോട്ട, സെക്രട്ടേറിയറ്റ് എല്ലാം വരുന്ന അരുവിക്കരയിലെ പമ്പിങ്. രാത്രിയിൽ അരുവിക്കരയിൽ ആകാശത്തു നിന്നൊരു വൻമല പോലെ വീണാൽ തിരുവനന്തപുരത്തെ ടാപ്പുകളിൽ മുഴുവൻ രക്തവെള്ളം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോട്. നമ്മുടെ കിണറ്റിനകത്ത് ദാണ്ട മുക്കുന്നി മലയിലെ കണക്ക് ഈ പാർട്സ് ഒരെണ്ണം വീണാൽ ആന്റി രാവിലെ എഴുന്നേറ്റ് അച്ചായന് കാപ്പി ഉണ്ടാക്കാൻ നോക്കുമ്പോൾ വരുന്നത് രക്തവെള്ളം. വരാൻ പോകുന്ന കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ഇന്ന് രാത്രി ദൈവമക്കൾ, അതിനുശേഷം ഇവിടുത്തെ കുടിവെള്ള പദ്ധതി രാവിലെ വെള്ളം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്നത് രക്തവെള്ളം. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കണ്ടോ, സോമാലിയയിൽ പെയ്തിറങ്ങി ഈ രക്തവെള്ളം. അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിലും പെയ്തിറങ്ങുന്ന രക്തവെള്ളം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്ന് രാത്രി ടാപ്പ് തുറന്നാൽ രക്തവെള്ളം. അത് കഴിഞ്ഞ് എന്ത് ചെയ്താലും കിട്ടാൻ പോകുന്ന രക്തവെള്ളം. നമ്മുടെ സ്വന്തം സ്ഥലം ഇപ്പോൾ നിൽക്കുന്ന പള്ളിച്ചൽ ഒരു സഹോദരി, ഒരു ആന്റി രാവിലെ 5:30 ആ ആകാശത്തിൽ നിന്ന് ഇത് വീണ അറിഞ്ഞില്ല. മനസ്സിലാകുന്ന പ്രകാരം കിണറ്റിനകത്ത് വീണ് കിടക്കുക. പമ്പ് ചെയ്തപ്പോൾ രാവിലെ വരുന്ന രക്തവെള്ളം. കാപ്പി ഇടാൻ പോകുന്നത് രക്തവെള്ളത്തിനകത്ത്. കുഞ്ഞുങ്ങൾക്ക് രാവിലെ സ്കൂളിൽ പോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നില്ല. എന്നാ വിചാരിച്ചു കുടിവെള്ള പദ്ധതിയാണ് ടാപ്പ് തുറക്കുക. തുറന്നപ്പോൾ അരുവിക്കരയിൽ നിന്ന് വരുന്ന പമ്പിങ്ങിനകത്ത് രക്തവെള്ളം. എന്നാ
വിചാരിച്ചു കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പറ്റിയില്ല, ഇനി 10 മണിക്ക് തുണി കഴുകാനുണ്ട്. ഇവിടുന്ന് വെങ്ങാനൂരോ വെണ്ണിയൂരോ കരക്കാട്ടുപള്ളി അങ്ങോട്ട് പോകുന്ന എവിടെയെങ്കിലും പെരിങ്ങമലയോ എവിടെയെങ്കിലും ഒരു ചെറിയ നദിയോ പുഴയോ ഉണ്ട്, അവിടെ പോയി തുണി കഴുകാൻ ആക്റ്റീവ സ്കൂട്ടറിനകത്ത് തുണിയുമായിട്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? മുഴുവൻ രക്തവെള്ളം കിടക്കുന്നു. കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പള്ളിച്ചലുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കാപ്പിയിടുന്നത് രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തുണി കഴുകുന്നത് രക്തവെള്ളം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലേ വീഴാൻ പോകുന്നത് രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ രക്തവെള്ളം ഞങ്ങളുടെ അടുപ്പിനകത്ത് കാപ്പിയിടുന്നതിന് മുമ്പ്, ആ രക്തം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തം ഞങ്ങളുടെ തുണി കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. ഏതാ? ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? വാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലത് നിവർത്തിയായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണവേ. അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി, ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു, ആരുടെ കയ്യിൽ കൊടുത്തു? പടയാളിയുടെ കയ്യിൽ കൊടുത്തു. എൻ്റെ യേശുവിന്റെ വിലാപ്പുറത്ത് കുത്തി. കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ ആകാശത്തിൽ നിന്ന് പാറ വീണ് ഇവിടെ രക്തവെള്ളം ഒഴുകുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എൻ്റെ കാന്തൻ മടങ്ങി വരാറായി. ഇന്ന് രാത്രി പട്ടണത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള കാലം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങുവാൻ കാലമാണ്. ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ചേട്ടാ ചേച്ചി സഹോദര സഹോദരി, വീതിക്കകത്ത് ഞങ്ങള് കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മടങ്ങി വരാറാ. ഇന്ന് രാത്രി റിവൈവൽ ഫെലോഷിപ്പ് ചർച്ച് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.